ഇന്ന് രാത്രിയിൽ യേശു ഇവിടെ വന്നിട്ടുണ്ട്. आज रात को यीशु यहाँ मौजूद है. അടുത്തിരിക്കുന്ന രണ്ടു പേർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞാട്ടെ, യേശു ഇവിടെ വന്നിട്ടുണ്ട്. बगल में बैठे दो व्यक्ति को हाथ देकर कहिए, यीशु यहाँ मौजूद है. ജീസസ് ഈസ് ഹിയർ. यीशु यहाँ मौजूद है. യേശു ഇവിടെയുണ്ട്. यीशु यहाँ मौजूद है. യേശു എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങളുണ്ട്. जहाँ यीशु मौजूद है वहाँ अचंबा है. യേശു എവിടെയുണ്ടോ അവിടെ അടയാളങ്ങളുണ്ട്. जहाँ यीशु वहाँ चिन्ह चमत्कार है. യേശു എവിടെയുണ്ടോ അവിടെ സൗഖ്യമുണ്ട്. यीशु जहाँ मौजूद है वहाँ चंगाई है. യേശു എവിടെയുണ്ടോ അവിടെ പാപം മാറി രക്ഷ വരികയാണ്. यीशु जहाँ वहाँ पाप का उद्धार कर होता है इंसान का. ഹല്ലേലൂയ. हालेलुया. എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്? कितने लोग को ऐसी एक आशा है. ഹല്ലേലൂയ. ഞാൻ ഈ മുംബൈ ഇന്ന് വന്ന് ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. मैं मुंबई में आकर ऐसे प्रचार करूंगा, कभी आशा नहीं कि ऐसा व्यक्ति हूँ. ഇതെന്റെ മൂന്നാമത്തെ വട്ടമാണ് ഞാൻ മുംബൈയിൽ വരുന്നത്. ये मेरा तीसरा बार है जब मैं मुंबई आ रहा हूँ. എന്നാൽ ഒരിക്കൽ വിശാഖപട്ടണത്ത് നിന്ന് വരുമ്പോൾ എനിക്ക് വളരെ പനിയായി. ഞാൻ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ബ്രേക്ക് എടുത്തായിരുന്നു. അങ്ങനെയാണ് ഞാൻ മുംബൈയിലേക്ക് എത്തുന്നത്. एक बार विशाखापट्टनम से आते वक्त बुखार हुआ, उस कारण मुझे यहाँ रुकना पड़ा. എന്നാൽ അതിൻ്റെ ഒരു നിയോഗം അനുസരിച്ച് ദൈവം എനിക്ക് ഇവിടെ ഒത്തിരി കണക്ഷൻസ് കർത്താവ് എനിക്ക് തരുവാനിടയായി. उस कारणवश नियुक्ति प्रभु की थी, कई लोगों से मेरा मेल मिलाप हुआ. അത് कारणമാണ് ഞാൻ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത്. इस कारण मैं यहाँ मौजूद हूँ. എത്ര പേർക്ക് സന്തോഷമാണ്? कितने लोगों को खुशी है? ദൈവിക നിയോഗത്തിൽ എത്ര പേർ വിശ്വസിക്കും? परमेश्वर की नियुक्ति में कितने लोग भरोसा रखते हैं? ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ഇങ്ങനൊരു നിയോഗം വീഴുന്ന രാത്രിയാണ്. आज प्रातः भी कुछ पर नियुक्ति गिरने वाली रात है. ഇന്ന് പകൽ നിയോഗത്തിന്റെ രാത്രിയാണ്. आज रात जो नियुक्ति की रात है. കർത്താവ് എന്നോട് വളരെ ശക്തമായിട്ട് കർത്താവ് ഈ കഴിഞ്ഞ ഈ വൈകുന്നേര സമയം കർത്താവ് എന്നോട് സംസാരിക്കുകയായിരുന്നു. बीते शाम को या इस शाम को परमेश्वर मुझे सामत से बात कर रहा था. മുംബൈ പട്ടണത്തിൽ നിന്ന് കർത്താവ് ഒരു തലമുറയെ ഒരു സൈന്യമാക്കി കർത്താവ് എഴുന്നേൽക്കാൻ പോകുകയാണ്. मुंबई शहर से एक पीढ़ी को एक सेना के तौर पर परमेश्वर उठाकर खड़ा करेगा. ദൈവം ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. प्रभु एक सेना को खड़ी करेगा. ഒരു ലോകത്തിലെ ഒരു ഭൂതത്തിനും തടുക്കാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഒരു സൈന്യത്തെ जगत എഴുന്നേൽപ്പിക്കും. का कोई दुष्ट ना रोक पाए ऐसे एक बड़ी सेना को प्रभु खड़ा करेगा. ആമേൻ. മുംബൈയിലെ ഒരു ഭൂതത്തിനും ഈ സൈന്യത്തെ പിടിച്ചു നിർത്താൻ मुंबई പറ്റത്തില്ല. के कोई भी दुष्ट ताकत इस सेना को नहीं रोक सकती. ഇന്ന് പകൽ അതിന് ആമേൻ പറയുന്ന എത്ര പേരുണ്ട്? आज रात को उसको आमीन कहने के लिए कितने लोग हैं? ഞാൻ പറയുന്നു, പ്രായവ്യത്യാസമില്ലാതെ എൻ്റെ ദൈവം ഈ നാളുകളിൽ ചിലതിനെ ഉപയോഗിക്കാൻ പോകുകയാണ്. मैं कहता हूँ उम्र का लिहाज न करते परमेश्वर कईयों को प्रभु इस्तेमाल करेगा. ഇതിനകത്ത് പ്രായമുള്ളവരുണ്ട്, यहाँ बुजुर्ग लोग हैं, വളരെ ചെറുപ്പക്കാരുണ്ട്. छोटे उम्र के लोग हैं. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനൊരു ദൂത് പറയുകയാണ്. लेकिन आज रात को एक वाणी मैं कहता അത് हूँ, സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചോണം. वे जो स्वीकार कर सकते स्वीकार करें. വചനം പറയുന്നു, वचन कहता है അന്ത്യകാലത്ത് अंतिम दिनों में ഞാൻ സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ हर एक പകരും. शरीर पर मैं अपनी आत्मा को उंडेलूंगा. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. आपके बेटे बेटी भविष्यवाणी करेंगे. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ तेरे കാണും. युवा लोग दर्शन देखने അവൻ पाएंगे. പ്രായമുള്ളവരെ അവിടെ വിടുന്നില്ല. बुजुर्ग लोगों को नहीं छोड़ा गया, അവരിലും ഒരു പകർച്ചയുണ്ട്. उनमें भी एक उंडेल है. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല आप नहीं समझ पा रहे शायद. ഞാൻ പറഞ്ഞു വരുന്നത്. मैं जो कह रहा हूँ, നമ്മളായിരിക്കുന്ന ഈ ടൈം എന്ന് പറയുന്നത് हम जो इस समय में हैं ഒരു അന്ത്യകാലത്തില. एक अंतिम समय के ओर. എത്ര പേരത് മനസ്സിലാക്കും? कितने लोग वो समझ पा रहे हैं? ശവപ്പെട്ടി ഇല്ലാതെ എടുക്കപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. बगैर कब्र के उठा लिए जाएंगे ऐसी एक सदी में आकर हम खड़े हुए हैं. എത്ര പേർക്ക് മനസ്സിലാകുന്നത് ഞാൻ പറയുന്നത്? कितने लोग समझ पा रहे जो कहा गया है? അതിന് മുൻപേ കർത്താവ് ഒരു തലമുറയെ കർത്താവ് പൊക്കാൻ പോകുകയാണ്. लेकिन उसके पहले परमेश्वर एक पीढ़ी को खड़ा करेगा. Come on, ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ പറ്റുമോ? कोई वो विश्वास कर सकता है? Come on, somebody shout the agreement of praise this evening. स्तुति के द्वारा उसे हम स्वीकार करें. ദൈവം ഒരു കൂട്ടം തലമുറയെ എഴുന്നേൽപ്പിക്കും. परमेश्वर एक झुंड पीढ़ी को खड़ा करेगा. ഓ, അവർ നടക്കുന്ന സ്ഥലങ്ങൾ വിടുവിക്കപ്പെടും. वे जिस रास्ते चलेंगे वहां छुटकारा होगा. അവർ സംസാരിക്കുന്ന വ്യക്തികൾ യേശുവിലാകും. वे बोलचाल करने वाले व्यक्ति यीशु में होने पाएंगे. അവർ നോക്കുമ്പോൾ ഭൂതം അലറിയോടും. वे देखते वक्त दुष्ट आत्मा निकल जाएगी. ഞാൻ പറയുന്നത് ഇത് വേറെ റെയ്നാഡ് ബോങ്കയെ പറ്റിയല്ല. मैं कोई रोनाल्ड बोंगे के बारे में नहीं कह ഇവിടെ ഇരിക്കുന്ന ചിലരെ പറ്റിയാ रहा. പറയുന്നത്. यहाँ बैठे कुछ के बारे में कह रहा हूँ. Come on, I am not talking about Benny Hinn. मैं नींद के बारे में नहीं कह रहा हूँ. मैं I am saying about some people who are sitting here in the presence of God. यहाँ प्रभु की मौजूदगी में बैठे हुए कुछ लोगों के बारे में ദൈവം कह रहा हूँ. അസാധാരണ ലെവലിൽ ചിലരെ മാറ്റാൻ പോകുകയാണ്. कुछ असाधारण रीति में परमेश्वर कुछ को बदलेगा. ചില സഭകളിൽ കൂട്ട
സ്നാനങ്ങൾ നടക്കാൻ कुछ പോകുകയാണ്. कलीसिया में झुंड झुंड में बपतिस्मा होगा. യുവാക്കളെ കർത്താവ് വേലയ്ക്ക് വേണ്ടിയിട്ടല്ല, ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് തെരഞ്ഞെടുക്കാൻ പോകുകയാണ്. युवाओं को काम के लिए नहीं, परमेश्वर की सेवकाई के लिए प्रभु चुनकर अलग करेगा. അപ്പനും അമ്മയും കൈവിട്ടു, माता पिता छोड़ देंगे, അനേക അവൻ വിദ്യാഭ്യാസം നല്ലതായിട്ട് പഠിച്ചു. अनेक ज्ञान प्राप्त किया तो भी, എന്നാലും കർത്താവ് ഇവരെ എങ്ങും വേലയ്ക്കല്ല വിടാൻ പോകുന്നത്. लेकिन कहीं और नहीं प्रभु इन्हें छोड़ने जा रहा है. ഒരു അന്ത്യകാല ഉണർവിന് കർത്താവ് ചിലരെ പൊക്കാൻ പോകുകയാണ്. एक अंतिम बेदारी के लिए प्रभु इनको खड़ा करेगा. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിൽ मैं बीते दिनों में ഞാൻ കഴിഞ്ഞ വട്ടം മുംബൈ പോയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയി. मुंबई से लौट कर मैं एक जगह की ओर गया. ആ സ്ഥലത്തേക്ക് ഞാൻ ചെന്നപ്പോ उस जगह की ओर जब मैं गया, എനിക്ക് മനസ്സിലായി മുംബൈയിൽ നിന്ന് പ്രാപിച്ചതാ ഞാൻ അവിടെ കൊടുത്തത്. मुंबई से जो हासिल किया वो मैं वहां ले जाकर दे नहीं पाया, എന്താണെന്ന് വെച്ചാൽ ആ മീറ്റിംഗ് എനിക്ക് വളരെ അനുഗ്രഹമായി. क्योंकि वो मीटिंग मेरे लिए बड़ी आशीष थी. ഇന്ന് പകൽ അതേപോലെ പ്രാപിക്കാൻ ചിലരിരുന്നാൽ, लेकिन आज भी कुछ लोग हासिल करने के लिए तैयार रहे तो ഇന്ന് ചിലത് കൊണ്ട് ചിലർ പോകും. यहाँ से कुछ हासिल कर कुछ लोग जाने ഞാൻ पाए. പറയട്ടെ, ആ മീറ്റിംഗിൽ നടന്ന ഒരു അത്ഭുതം ഞാൻ പറയാം. उस मीटिंग में वो एक अचंबा मैं कहता हूँ. ഞാനാണെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ मैं ऐसे प्रचार करते जब खड़ा था, ഞാൻ പറഞ്ഞു, ബ്ലഡിൽ കലർന്നിരിക്കുന്ന രോഗത്തെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. लहू में मिला हुआ जो रोग है उसे परमेश्वर हटाने जा रहा. मैंने कहा, ഞാൻ അത് പ്രസംഗിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി. मैं वो प्रचार कर यहाँ से लौटा. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വീണ്ടും ആ സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. बीते दिसंबर में उसी जगह पर लौट कर गया. അവിടെ ഒരു സഹോദരി എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുകയാണ്. वहाँ एक बहन उठ खड़ी होकर गवाही दी. കഴിഞ്ഞ വട്ടം കർത്താവിന്റെ ദാസൻ വന്നപ്പോൾ बीते बार जब प्रभु का दास आया, രക്തത്തിൽ കലർന്നിരിക്കുന്ന രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. लहू में मिला हुआ जो रोग है उससे प्रभु चंगाई देगा. പറഞ്ഞു, ലോകത്തിന് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റത്തില്ല, जगत तेरे रोग को चंगा नहीं कर सकता, എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നു എങ്കിൽ രോഗം സൗഖ്യമാകും. लेकिन यीशु पर भरोसा रखे तो रोग चंगा होगा. ഞാനൊരു കാര്യം പറയട്ടെ, कहता हूँ, ഞാൻ ആ സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചില്ല, मैं उस बहन के शरीर पे हाथ नहीं लगाया, എന്നാൽ ആ സ്ത്രീ ഇരുന്ന സ്ഥലത്ത് ആ സ്ത്രീ വിശ്വസിക്കാൻ തുടങ്ങി. लेकिन जहाँ वो बहन बैठी थी वहाँ वो विश्वास करना शुरू की. ഈ സ്ത്രീ പറയുകയാ, ये बहन कहती है, ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ मैं जब ब्लड टेस्ट किया, എന്റെ എയ്ഡ്സിനെ യേശു സൗഖ്യമാക്കി. मेरे एड्स को प्रभु ने चंगा किया. Come on, വെറുതെ കൈയടിച്ചാൽ പോരാ. व्यर्थ ताली बजा के फायदा नहीं. ഇന്ന് പകൽ അങ്ങനത്തെ ടൈപ്പിലെ ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി, ऐसे कुछ सेवकाई के लिए, എന്ന് പറഞ്ഞാൽ നീ പോലും അറിയാതെ ചില രോഗികൾ സൗഖ്യമാകും. कहने का अर्थ तू भी ना जाने ऐसे कई रोगी चंगे होंगे, നീ പോലും അറിയാതെ അത്ഭുതങ്ങൾ നടക്കും. तू भी ना जानेगा अचंबे होंगे. അങ്ങനെ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ഇതിനകത്ത് ചില തലമുറകൾ റെഡി ആയിരിക്കണം. ऐसे एक सेवकाई के लिए एक पीढ़ी को प्रभु खड़ा करेगा. റെഡി ആയിക്കോണം, उसके लिए तैयार होना, റെഡി ആയിക്കോണം. तैयार होना उसके लिए. Come on, അടുത്തിരിക്കുന്ന രണ്ടുപേരോട് പറഞ്ഞ് റെഡി ആയിക്കോണം. बगल में बैठे दो व्यक्ति से कहो, സമയം വേസ്റ്റ് ചെയ്യരുത്. समय व्यर्थ ना बिताए. ഒരു അന്ത്യകാലത്തിന്റെ ഉണർവിന് വേണ്ടി ദൈവം ഒരു തലമുറയെ ദൈവം പൊക്കുകയാണ്. अंतिम बेदारी के कार्य के लिए एक बड़ी पीढ़ी को प्रभु खड़ा Come on, करेगा. വിശ്വസിക്കുന്നവരുടെ കരം ഒന്ന് അടിച്ച്. विश्वास करने वाले ताली बजाकर धन्यवाद करें प्रभु को. Oh, thank you Jesus. ഞാൻ ഇന്ന് പകൽ ഒരു വാക്യം വായിച്ച് ഞാൻ എൻ്റെ ദൂതിലേക്ക് കടക്കാൻ പോകുകയാണ്. एक वचन पढ़कर मेरी वाणी की ओर मैं आना चाहता എത്ര हूँ. പേർക്ക് സന്തോഷമുണ്ട്? कितने लोग खुश हैं आज? ഹല്ലേലൂയ. हालेलुया. ദൈവവചനം മാറ്റമില്ലാത്തതാണ്. परमेश्वर का वचन ना बदलने वाला, എന്നാൽ ദൈവവചനം ആമേൻ വ്യക്തി ജീവങ്ങളിൽ മാറ്റം കൊണ്ടുവരും. लेकिन परमेश्वर का कलाम व्यक्ति जीवनों में बदलाव ले आएगा. എത്ര പേർ വിശ്വസിക്കണം? कितने लोग विश्वास करते ഇന്ന് हैं? രാത്രിയിലും അങ്ങനെ ഒരു മാറ്റം സംഭവിക്കാൻ പോകും. आज रात को भी ऐसा एक बदलाव होने जा रहा है. ഹല്ലേലൂയ. हालेलुया. നമുക്ക് വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം, प्रेरित पौलुस फिलेमोन को लिखी हुई पत्री, पहला अध्याय, അതിന്റെ 10-11 വാക്യങ്ങൾ. उसका 10 और 11 वचन. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, वहाँ इस प्रकार लिखा है, പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കുന്ന അത്രേ ചെയ്യുന്നത്. അവൻ മുൻപേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. तो भी मैं बूढ़ा पौलुस को जो मसीह यीशु के लिए कैदी है यह और भी भला जान पड़ता है कि प्रेम से विनती करता हूँ, मैं अपने बच्चे अनोनिमस के लिए जो मुझसे मेरी कैद में जन्मा है. എന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ ഇതാണ്, मेरे प्रचार का शीर्षक, മുമ്പേ പ്രയോജനമില്ലാത്തവൻ पहले इस्तेमाल रहित था, ഇപ്പോൾ लेकिन अब എനിക്കും നിനക്കും मेरे लिए और तेरे लिए भी പ്രയോജനമുള്ളവനാകാൻ പോകുന്നു. इस्तेमाल योग्य बनेगा. ഹല്ലേലൂയ. हालेलुया. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, बगल മുമ്പേ में बैठे व्यक्ति को हाथ देकर कहिए,
മുമ്പേ पहले പ്രയോജനമില്ലാത്തവനായിരുന്നു, इस्तेमाल रहित था मैं, എന്നാൽ ഇന്നു മുതൽ लेकिन आज से പ്രയോജനമുള്ളവനായി മാറാൻ പോകുകയാണ്. इस्तेमाल योग्य बनने पाऊंगा. കമോൺ, നല്ലതായിട്ടൊന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് अच्छे से हाथ देते हुए कहिए. നിങ്ങൾ ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അടുത്ത വ്യക്തിക്ക് ആ വിടുതൽ സംഭവിക്കണം. आप जब हाथ देंगे तो बगल में बैठे व्यक्ति को एक छुटकारा होना है. വിടുതൽ സംഭവിക്കണം, छुटकारा होना है, വിടുതൽ സംഭവിക്കണം. छुटकारा होना है. മുമ്പേ, पहले എല്ലാവരും ചേർന്ന് പറഞ്ഞേ, മുമ്പേ सब लोग मिलके कहिए, पहले ഓ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, इस्तेमाल रहित था, എന്നാൽ ഇപ്പോൾ लेकिन अब എനിക്കും मेरे നിനക്കും तेरे പ്രയോജനമുള്ളവനായി മാറും. इस्तेमाल योग्य है. ഓ താങ്ക് യു ജീസസ്. धन्यवाद प्रभु. ഞാൻ വെറുതെ പറയുകയല്ല, मैं व्यर्थ नहीं कह रहा हूँ. ഇതിനകത്ത് इसके अंदर എന്ത് ചെയ്തിട്ടും कुछ भी करने पर भी പ്രയോജനമില്ലാത്ത ചിലരുണ്ട്. फायदा रहित कुछ लोग हैं. ദൈവം അവരെ പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. परमेश्वर ने इस्तेमाल योग्य बनाएगा. ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുകയാണ്. परमेश्वर इस्तेमाल योग्य बनाएगा. കർത്താവ് എന്നോട് പറഞ്ഞു, प्रभु मुझसे कहा, ഇതിനകത്ത് ചില ജോലി ചെയ്യുന്നവരുണ്ട്. यहाँ पर कुछ काम करने वाले लोग हैं. ജോലി ചെയ്യുന്നവരെ കർത്താവ് വേറെ രീതിയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ काम പോകുകയാണ്. करने वालों को दूसरे एक तरीके से प्रभु अपनी सेवकाई में इस्तेमाल करेगा. ഇതിനകത്ത് വലിയ അഭിമാനത്തോടെ ജോലി ചെയ്യുന്നവരുണ്ട്. यहाँ बड़े स्वाभिमान से काम करने वाले लोग हैं. കർത്താവ് പറയുന്നു, प्रभु कहता है, ദൈവം നിങ്ങളെ അതിൽ നിന്ന് മാറ്റി ദൈവ രാജ്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ प्रभु പോകുകയാണ്. कहता है उसमें से आपको हटाकर प्रभु के राज में लाकर प्रभु खड़ा करेगा. കോളർ പൊക്കി പിടിച്ചിരിക്കുന്നവരൊക്കെ താത്തു വെച്ചോ. कॉलर उठाए हुए सब लोगों ने कॉलर नीचे कर लिया क्या? ദൈവം നിങ്ങളെ ഇറക്കാൻ പോകുകയാണ്. प्रभु आपको बाहर निकालेगा. ഈ കർത്താവിന്റെ വരവിന് മുന്നേ प्रभु के आगमन से पहले കർത്താവ് ചില ദേശങ്ങളെ സന്ദർശിക്കാൻ പോകുകയാണ്. परमेश्वर कुछ देशों में संदेश करेगा. ചില രാജ്യങ്ങളെ സന്ദർശിക്കാൻ कुछ പോകുകയാണ്. राज्यों में वार्तालाप करेगा. അതിന് ഉണർവിന് ഒന്നാമത് നിൽക്കാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. याद रखिए, पहली बेदारी का स्थान भारत होगा. ദൈവം ചൈനയെ കർത്താവ് തൊടും. परमेश्वर चाइना को छुएगा. എന്നാൽ ഇന്ത്യയിൽ കർത്താവ് ഒരു ഉണർവ് അയക്കുമ്പോൾ നിങ്ങൾ അതിൽ പങ്കാളിയാകാൻ പോകുകയാണ്. भारत में जब बेदारी प्रभु भेजे तो उसमें हम हिस्सेदार. കർത്താവ് നോർത്ത് ഇന്ത്യയിൽ ദൈവത്തിന്റെ പ്ലാറ്റ്ഫോം, ഉണർവിന്റെ പ്ലാറ്റ്ഫോം ദൈവം ഇടാൻ പോകുകയാണ്. याद रखिए, परमेश्वर नॉर्थ इंडिया को प्लेटफॉर्म बनाकर बेदारी എത്ര പേർ വിശ്വസിക്കുന്നു അത് എന്നെ പറ്റിയാ പറയുന്നത്? कितने लोग विश्वास करेंगे वो मेरे बारे में कहा गया. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ദൈവം ഒരു കൂട്ടം ജനത്തെ കർത്താവ് സഭയിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. अब तक ना देखा इस रीति से एक बड़े झुंड को प्रभु कलीसिया में ले आएगा. കർത്താവ് ചില ഡിസൈപ്പിൾസിനെ സഭകളിൽ നിന്ന് പൊക്കാൻ പോകുകയാണ്. कलीसियाओं में से कुछ चेलों को प्रभु खड़ा करेगा. ദൈവ രാജ്യം എന്ന് പറയുന്നത് പ്രയോജനപ്പെടാത്തതല്ല, പ്രയോജനപ്പെടുന്നതാണ്. याद रखिए, परमेश्वर का याद जो राज्य है वो इस्तेमाल रहित नहीं, इस्तेमाल योग्य है. ഇന്ന് പകൽ ഇവിടെ പ്രയോജനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ अगर इस्तेमाल रहित कोई यहाँ पर है तो ഇന്ന് പകൽ ഞാൻ ഒന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്, आज मैं ये घोषणा करता हूँ, നിങ്ങൾ പ്രയോജനപ്പെടും. आप इस्तेमाल योग्य बनोगे. നിങ്ങൾ 2016 വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. 2016 तक आप कैसे थे मैं नहीं जानता. കഴിഞ്ഞ മണിക്കൂർ വരെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല. बीते क्षण तक आपकी क्या हालत थी मैं नहीं എന്നാൽ जानता. 2017 നിങ്ങൾ പ്രയോജനപ്പെടുന്ന വർഷമാക്കി മാറ്റും. लेकिन 2017 आपके इस्तेमाल योग्य साल ठहराया നിങ്ങൾ जाए. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ ഫേവർ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. आपने ना सोचा इस रीति से परमेश्वर की आशा आपके लिए प्रकट होगी. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടാൽ परमेश्वर का हित आपके लिए प्रकट हो तो കഴിഞ്ഞ 20 വർഷം നിനക്ക് കിട്ടാത്തത് ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് കിട്ടും. बीते 20 साल तूने जो हासिल ना किया तो एक क्षण में प्रभु देगा. Come on, എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग ये विश्वास करते हैं? കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടാത്തത് बीते सालों में जो आपको ना मिला ദൈവം നിനക്ക് തരും. परमेश्वर तुझे देगा. ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. परमेश्वर तुझे इस्तेमाल योग्य നിന്റെ बनाएगा. വീട്ടുകാർ പറഞ്ഞു तेरे घर वालों ने നീ कहा तू പ്രയോജനപ്പെടുത്തില്ല. इस्तेमाल रहित है. നിന്റെ ടീച്ചർ പറഞ്ഞു तेरे टीचर ने നീ कहा तू പ്രയോജനപ്പെടുത്തില്ല. इस्तेमाल नहीं होगा तेरा. നിന്റെ അപ്പൻ പറഞ്ഞു तेरे पिता ने कहा നിന്നെ കൊണ്ട് എന്ത് പ്രയോജനം? उससे क्या फायदा. ഓ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. सबने तुझे त्याग दिया. എന്നാൽ എല്ലാവരും ഉപേക്ഷിക്കുന്നതിനെ സ്വർഗം തിരഞ്ഞെടുക്കും. लेकिन सबने जिसको त्याग दिया उसको स्वर्ग चुनकर अलग करता है. Come on, എത്ര പേർ അത് വിശ്വസിക്കുന്നു? कितने लोग भरोसा करते हैं? എല്ലാവരും ഉപേക്ഷിക്കുന്നതിനെ സ്വർഗം തിരഞ്ഞെടുക്കും. सबको जिससे त्याग दिया उसको स्वर्ग चुनेगा. ഉടഞ്ഞതിനെ എന്റെ സ്വർഗം പണിയും. उठकर परमेश्वर का स्वर्ग उसे बनाएगा. അവൻ താന്നു പോയതിനെ എന്റെ സ്വർഗം ഉയർത്തും. जो नीचे गिर चुका उसे स्वर्ग ऊंचा करेगा. എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते हैं? ഇന്ന് അങ്ങനത്തെ ഒരു അനുഭവത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടോ? ऐसे एक अनुभव में चाहत से आए हुए कुछ लोग हैं क्या? ഞാൻ ഇവിടെ ഒരിക്കലും നിൽക്കേണ്ട വ്യക്തിയല്ല. मैं यहाँ कभी खड़े होने वाला व्यक्ति എന്നാൽ नहीं. സ്വർഗം തീരുമാനിച്ചപ്പോൾ സ്വർഗം എന്നെ പോക്കി. लेकिन स्वर्ग ने जब निर्णय लिया तब स्वर्ग ने ऊंचा किया मुझे. പോൾ എന്ന വ്യക്തിയെ ആമേൻ ശത്രു പറഞ്ഞു ഒരിക്കലും അവനെ ദൈവ പദ്ധതിയിൽ കൊണ്ടുവരത്തില്ല. बैरी ने कहा पॉल नामक इस व्यक्ति को कभी प्रभु की योजना में आने नहीं दूंगा. എന്നാൽ സ്വർഗം തീരുമാനിച്ചത് കൊണ്ട് लेकिन स्वर्ग ने ठहरा इसलिए സ്വർഗം തീരുമാനിച്ചാൽ स्वर्ग ने ठहरा इसलिए ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞാൽ परमेश्वर एक वायदा करे तो ആകാശം ഭൂമി മാറിയാലും आकाश पृथ्वी टल जाए तो भी അവന്റെ വാക്ക് മാറത്തില്ല. उसके शब्द ना बदलेंगे. ആമേൻ ശത്രു എത്ര പറഞ്ഞാലും बैरी कितना भी कहे
बदलाव नहीं, മാറത്തില്ല, वो नहीं बदलेगा, മാറത്തില്ല. नहीं बदलेगा। ഇന്ന് പകൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, आज प्रातः आपको निराश होने की जरूरत नहीं, ദുഃഖത്തോടെ ഇരിക്കേണ്ട दुख से ആവശ്യമില്ല. बैठने की जरूरत नहीं है। നിങ്ങളുടെ പ്രയോജനപ്പെടാത്ത മേഖലകളെ തൊടുന്ന രാത്രിയായി ഇന്ന് രാത്രി. आपके इस्तेमाल रहित अवस्थाओं पर हाथ बढ़ाने वाली हाथ है प्रभु की आज അപ്പോൾ रात। എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग भरोसा करते हैं? ഹല്ലേലൂയ. हालेलुया। ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഫിലോമോൻ എഴുതുകയാണ്, प्रेरित पौलुस फिलेमोन को लिखता है, ഓ ഒനേസിമോസ് നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ओनेसिमोस तेरे लिए इस्तेमाल रहित था, ഇതുവരെ अब तक പ്രയോജനമില്ലാത്തവനായിരുന്നു, फायदे योग्य नहीं था, എന്നാൽ ഇന്നു മുതൽ लेकिन आज इस क्षण से അവൻ നിനക്ക് वो तेरे लिए പ്രയോജനമാകും. इस्तेमाल योग्य बनेगा। നിങ്ങൾക്ക് കർത്താവിൽ പ്രയോജനപ്പെടണമോ? आपको प्रभु में फायदेमंद होना है। എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? कितने लोग को चाहत है? ഹമേ പ്രയോജനപ്പെടേണ്ടവരെ ഒതുക്കി പിശാച് याद വെച്ചിരിക്കുമ്പോൾ रखिए, इस्तेमाल योग्य के लिए ठहराए को जब शैतान कोने करता है। ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിച്ചാൽ आज रात को लेकिन आप विश्वास करो तो സ്വർഗം നിങ്ങൾക്ക് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. आपके लिए उतर कर कुछ अचंबा प्रभु आपके लिए करके देगा। കർത്താവ് എന്നോട് പറയുന്നു, प्रभु मुझसे कहता है, ഗവൺമെന്റ് തലത്തിൽ ചില ഇഷ്യൂ ആയി കിടക്കുന്ന ചിലത് गवर्नमेंट के तल पर जो इश्यू एक परेशानी बनकर എന്റെ खड़ा है, കർത്താവ് ചില പേപ്പറിനെ ഇന്ന് പകൽ കീറിക്കളയാൻ പോകും. कुछ पन्नों को परमेश्वर आज फाड़ने जा रहा है। എനിക്ക് എന്തെന്നറിയില്ല, मैं क्या नहीं जान रहा हूँ, പിശാച് കൊണ്ടുവരുന്ന ചിലതിനെ शैतान कुछ को ले आ रहा है, കർത്താവ് കീറിക്കളയാൻ പോകും. परमेश्वर से फाड़ने जा रहा है। നിനക്ക് ഉപയോഗപ്പെടേണ്ടതിനെ तुझे इस्तेमाल हो इसलिए പിശാച് ഒതുക്കി വെച്ചിരിക്കുന്നു. शैतान तुझे सीमित किया, എന്നാൽ ഇന്ന് രാത്രിയിൽ लेकिन आज रात को നിങ്ങൾ വിശ്വസിച്ചാൽ आप विश्वास करो तो അത് പ്രയോജനപ്പെടും. वो इस्तेमाल योग्य होगा। നിന്റെ സകലതും तेरा പ്രയോജനപ്പെടും. सब कुछ इस्तेमाल योग्य നിന്റെ होगा। ഭർത്താവ് तेरा പ്രയോജനപ്പെടും, पति इस्तेमाल योग्य നിന്റെ होगा, ഭാര്യ तेरी പ്രയോജനപ്പെടും, पत्नी इस्तेमाल योग्य നിന്റെ होगी, മക്കൾ तेरे പ്രയോജനപ്പെടും, बच्चे इस्तेमाल योग्य होंगे, നിനക്കുള്ള സകലതും അത് പ്രയോജനപ്പെടുവാൻ तेरा जो ഇടയാകും. कुछ भी है सब इस्तेमाल योग्य होने Come पाएगा। on, somebody believe it. आमीन। Hallelujah. Hallelujah. എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, मुझसे कई लोग सवाल करते हैं, പാസ്റ്റർ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പ്രസംഗിക്കുന്നത്? पास्टर क्यों आप इतनी आवाज से प्रचार करते हैं? എന്തിനാ നിങ്ങളുടെ വിശ്വാസികൾ ഇങ്ങനെ കിടന്ന് അലറുകയും കൈയടിക്കുകയും ചെയ്യുന്നത്? क्यों आपके विश्वासी चिल्लाकर ताली बजाते हैं? ഞാൻ പറഞ്ഞു, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, बाइबल में एक वचन लिखा है, ഊമ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നവൻ याद रखिए, मूर्तियों को बनाने वाला അവയെ പോലെ ഇരിക്കുന്നു, उनके समान होगा, പക്ഷെ നമ്മൾ ആരാധിക്കുന്ന लेकिन ദൈവം हम जिसकी आराधना करते हैं वो परमेश्वर, ഊമ വിഗ്രഹമല്ല. वो गूंगी मूर्ति नहीं है। നമ്മൾ ആരാധിക്കുന്ന ദൈവം हम आराधना करने वाला परमेश्वर സകലത്തെയും ജയിച്ച് ജീവിക്കുന്ന കർത്താവ്. सब पर जय पाकर जीवित परमेश्वर है। എത്ര പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते ഇന്ന് हैं? പകൽ ഇവിടെ ആയിരിക്കുമ്പോൾ, आज यहाँ पर जब आप मौजूद हो, ദൈവ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ परमेश्वर का वचन आप जब सुन रहे हैं, നിങ്ങൾ വെറുതെ ഇരിക്കരുത്. आप व्यर्थ ना बैठो। നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാൽ आपसे ये वचन बोलचाल कर रहा है जाने तो പ്രതികരിക്കണം അതിനോട്. उसके लिए प्रतिक्रिया करो। ഒരുപക്ഷെ കരമടിച്ചായിരിക്കും हो सकता है പ്രതികരിക്കുന്നത്, आप ताली बजाकर प्रतिक्रिया करें, കൈ ഉയർത്തി हो सकता है പ്രതികരിക്കാം, हाथ उठाकर प्रतिक्रिया करें, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പ്രതികരിക്കാം. आप उधर इधर दौड़ कर प्रतिक्रिया कर सकते വചനം हैं। പറയുന്നു, ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. वचन कहता है जहाँ आत्मा वहाँ स्वतंत्रता ही है। ഇന്ന് പകൽ നിങ്ങളോടൊരു വചനം ഇന്ന് പകൽ പ്രവചനം പറഞ്ഞാൽ आज आपसे एक भविष्यवाणी हो तो നിങ്ങൾ ഇന്ന് പകൽ പ്രതികരിച്ചോ. आप उसको प्रतिक्रिया करना। ദൈവ സന്നിധിയിൽ പ്രതികരിക്കുന്നവൻ ശത്രുവിന്റെ മുന്നിൽ ജയിക്കും. याद रखें, प्रभु के सम्मुख प्रतिक्रिया करने वाला बैरी के सामने जय എത്ര पाएगा। പേർ വിശ്വസിക്കുന്നു? कितने लोग विश्वास करते ആമേൻ. हैं? ഇവിടെ ഒനേസിമോസിനെ പറ്റി यहाँ പറയുന്നു, ओनेसिमुस के बारे में कहा गया है, പ്രയോജനമില്ലാത്തവൻ, इस्तेमाल रहित है, നാട്ടിൽ പ്രയോജനമില്ലാത്തവൻ, गांव में वो फायदेमंद नहीं, ലോകം കള്ളൻ എന്ന് മുദ്ര വെച്ചവൻ. जगत चोर उस पर मुद्रा लगाई गई, എന്നാൽ അവനെ എങ്ങനെ എന്റെ കർത്താവ് പ്രയോജനപ്പെടുത്തി? लेकिन कैसे परमेश्वर ने इस्तेमाल योग्य അവൻ बनाया। പൗലോസിനെ പറ്റി പഠിക്കുമ്പോൾ, पौलुस के बारे में जब पढ़ते हैं, പൗലോസ് ദൈവം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തിയ വ്യക്തിയാണ്. परमेश्वर ने सबसे अधिक इस्तेमाल किया व्यक्ति है पौलुस। ദൈവം എന്തുകൊണ്ട് അവനെ പ്രയോജനപ്പെടുത്തി? क्यों प्रभु ने उसे इस्तेमाल किया? അവൻ അവന്റെ ജീവിതം കർത്താവിന് വേണ്ടി മുഴുവനായി കൊടുത്തു. वो अपने जीवन को पूरी तरह प्रभु के सम्मुख समर्पण किया। നമ്മെ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, മുഴുവനായി കൊടുക്കണം. पूरी तरह देना, बगल में हाथ देकर व्यक्ति को बोलिए, നിന്റെ ഹൃദയം മുഴുവനായി तेरा കർത്താവിന് हृदय കൊടുക്കണം. पूरी तौर पर देना है तुझे। കർത്താവ് നിന്നെ प्रभु പ്രയോജനപ്പെടുത്തണമെങ്കിൽ तुझे इस्तेमाल योग्य बनाना है, നിന്നെ മുഴുവനായി നീ കർത്താവിന് വേണ്ടി तो ഏൽപ്പിക്കണം. आपको पूरी तरह प्रभु के हाथ में सौंपना है। നിന്നെ മുഴുവനുമായി ഏൽപ്പിക്കുമ്പോൾ तुझे पूरी तरह अपने आप को सौंपे നീ तो തൊടുന്നവർ അനുഗ്രഹിക്കപ്പെടും. छूने वाला व्यक्ति आशीष पाएगा। ആമേൻ. നീ തൊടുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. प्रार्थना करते हुए रोगी चंगा होगा। ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ നടന്നു പോകുമ്പോൾ ദേശങ്ങൾ വിടുവിക്കപ്പെടും. तू चल कर जा, वो देश में छुटकारा ഇന്ന് होगा। പകൽ പ്രയോജനപ്പെടണമെങ്കിൽ आज फायदेमंद होना है तो നിന്റെ ജീവിതം നീ കർത്താവിന് വേണ്ടി പൂർണ്ണമായി तू കൊടുക്കണം. अपना जीवन पूरी तरह प्रभु के लिए सौंप। യുവജനങ്ങളോട് ഞാൻ പറയട്ടെ, युवाओं से कहता हूँ, നീ പ്രയോജനപ്പെടണമെങ്കിൽ तू इस्तेमाल योग्य बनना है നീ तो കർത്താവിന് വേണ്ടി പൂർണ്ണമായി കൊടുക്കണം. तू प्रभु के लिए पूरी तरह अपने आप को समर्पण करना നിന്റെ है। ആമേൻ മാതാപിതാക്കളെ നോക്കിക്കൊണ്ടിരുന്നാൽ, तेरे माँ बाप को तू देखते रहे तो, അവരുടെ വാക്കിനെ നോക്കിയാൽ, उनकी आवाज को सुनता रहे നീ तो, ചിലപ്പോൾ
ചിലപ്പോൾ തളർന്നു പോകും. तू कई बार बलीन गिर जाएगा, എന്നാൽ പറയണം, യേശുവേ, लेकिन कहना है यीशु ഞാൻ പൂർണ്ണമായി ഞാൻ അങ്ങക്ക് വേണ്ടി തരുന്നു. पूरी तरह तेरे लिए ठहरूंगा प्रभु. ഹല്ലേലൂയ. हालेलुया. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ പൂർണ്ണമായി ഞാൻ എന്റെ യേശുവിന് വേണ്ടി കൊടുക്കും? लोग कहेंगे पूरी तरह यीशु के लिए ठहरूंगा. ആമേൻ. പൗലോസ് തന്റെ ജീവിതം പൂർണ്ണമായി യേശുവിന് വേണ്ടി കൊടുത്തു. पौलुस अपने जीवन को पूरी तरह यीशु के सामने समर्पित. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആമേൻ, മരിക്കുന്നത് എനിക്ക് ലാഭവും ജീവിക്കുന്നത് ഞാൻ ക്രിസ്തുവിനും വേണ്ടിയിട്ടാണ്. इसलिए वो कहता है मरना मेरे लिए लाभ और जीना मसीह में है. ഓ, ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് എനിക്ക് ലാഭവും. जीना मसीह में, मरना मेरे लिए लाभ है. ഇന്ന് പകൽ എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റും? कितने लोग ये कह पाएंगे आज? ഓ, ഞാൻ ജീവിക്കുവാണെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി मैं ജീവിക്കും. अगर जीऊंगा तो मेरे यीशु के लिए जीऊंगा. മരിക്കുവാണെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി अगर ജീവിക്കും. मरना पड़े तो मेरे यीशु के लिए मैं मरूंगा. ഓ, നീ പ്രയോജനപ്പെടണമോ? तू फायदेमंद होना है क्या? നീ പൂർണ്ണമായി നീ സമർപ്പിച്ചു കൊടുക്ക. पूरी तरह अपने आप को समर्पित कर. സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു തലമുറ മുംബൈ പട്ടണത്തിൽ നിന്ന് എഴുന്നേൽക്കണം. मुंबई शहर से समर्पण करने वाले एक पीढ़ी को प्रभु चुनकर अलग करे. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. പൂർണ്ണമായി കൊടുക്കുക. पूरी तरह दे. പൂർണ്ണമായി കൊടുക്കുമ്പോൾ पूरी तरह जब अर्पण करे, യേശു നിന്നെ ഉപയോഗിക്കാൻ यीशु തുടങ്ങും. तुझे इस्तेमाल करेगा. യേശുവിന് നിന്റെ പൊക്കം വിഷയമല്ല, तेरी ऊंचाई प्रभु का विषय नहीं, യേശുവിന് നിന്റെ സൗന്ദര്യം വിഷയമല്ല, सुंदरता प्रभु का विषय नहीं है. യേശു നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. यीशु तेरे हृदय को परखता है. ഇന്ന് പകൽ എത്ര പേർ ആ വിശ്വാസമുള്ള ഹൃദയത്തോടെ ഇരിക്കുന്നു? आज कितने लोग विश्वास भरे मन से यहाँ मौजूद है? എത്ര പേർ പറയും, ഞാൻ യേശുവിന് വേണ്ടി എന്റെ ജീവിതം കൊടുക്കും? कितने लोग कहेंगे मैं अपना जीवन यीशु के लिए दूंगा? നീ വെറുതെ വാഗൊണ്ട് പറഞ്ഞാ പോരാ, ये सिर्फ खुले मुंह से बोलना ही नहीं, നിന്റെ ഹൃദയം കൊണ്ട് നീ പറയണം. तेरे हृदय से तू कहना है. ഹൃദയം കൊണ്ട് പറയുമ്പോൾ हृदय से तू जब कहे, ആ വിശ്വാസത്തിന്റെ പ്രകടനം നിന്നെ ആമേൻ ഉപയോഗമുള്ള വ്യക്തിയാക്കി वो മാറ്റും. विश्वास की जो प्रकटीकरण है वो तुझे इस्तेमाल योग्य बनाएगा. ഹല്ലേലൂയ. हालेलुया. ഉറങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. सोने वाला कोई है तो हाथ उठाकर हालेलुया बोले. വെരി ഗുഡ്. നമ്മൾ പ്രയോജനപ്പെടുന്നവരാകണമെങ്കിൽ हम इस्तेमाल योग्य बनना है तो കർത്താവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കും. प्रभु के सामने पूरी तरह अर्पण करना है. ചിലരുണ്ട്, कुछ लोग हैं, അവർക്ക് ഞായറാഴ്ച മാത്രം കർത്താവ് മതി, कुछ लोगों को सिर्फ रविवार को ही प्रभु चाहिए, അല്ലെങ്കിൽ ഒരു പവർ കോൺഫറൻസ് വരുമ്പോൾ മാത്രം കർത്താവ് മതി. नहीं तो एक पावर कॉन्फ्रेंस में ही प्रभु को खोज कर आते हैं. നോ, वो तरीका नहीं है. നമ്മുടെ എല്ലാ നിമിഷവും हमारे हर एक क्षण 365 ദിവസവും 365 दिन 24 മണിക്കൂറും 24 घंटे ദൈവ സാന്നിധ്യത്തോട് ഒപ്പം നിൽക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. परमेश्वर की मौजूदगी के साथ ठहरने वाले एक पीढ़ी होना है. ഞായറാഴ്ച മാത്രം ആരാധിക്കുന്നവരല്ല, रविवार को सिर्फ आराधना करने वाले नहीं. എല്ലാ മണിക്കൂറും ദൈവ സാന്നിധ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു തലമുറ हर എഴുന്നേൽക്കണം. एक घंटा प्रभु के बगैर मैं नहीं जी सकता, ऐसे बोलने वाले पीढ़ी की जरूरत है. ഇന്ന് പകൽ आज प्रात ഞാൻ ഇറങ്ങിയതിനുള്ള കാരണം, मैं उतरने का कारण, ഞാൻ ചിലരെ തൊടാൻ പോകുകയാണ്. मैं कुछ लोगों को छूने जा रहा हूँ. കർത്താവിനോട് പറയുന്നു, ചിലരെ പിടിക്കണം. प्रभु कहता कुछ को पकड़ना है. ഇന്ന് ദൈവാത്മാവ് ചിലരെ അറസ്റ്റ് ചെയ്ത് കർത്താവ് ഉപയോഗപ്പെടുത്താൻ പോകും. आज परमेश्वर की आत्मा कुछ को बांध कर अपने लिए इस्तेमाल करेगा. ഞാൻ പറയുന്നത് मैं जो कह रहा हूँ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റിയല്ല. मनुष्य इस्तेमाल करने के लिए नहीं. മനുഷ്യൻ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിന്നെ കുറച്ച് കഴിയുമ്പോൾ വിടും. याद रखे, मनुष्य इस्तेमाल करके तुझे छोड़ ഞാൻ देगा. പറയുന്നത് ദൈവം നിന്നെ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ്. मैं जो कह रहा हूँ परमेश्वर तुझे इस्तेमाल करेगा. എത്ര പേർക്ക് തയ്യാറുണ്ട്? कितने लोग तैयार है उसके लिए? ദൈവം ഉപയോഗപ്പെടുത്താൻ പോകുകയാണ്. परमेश्वर इस्तेमाल करेगा. പൗലോസിനെ ദൈവം ഉപയോഗപ്പെടുത്തിയതുപോലെ पौलुस को जिस प्रकार प्रभु इस्तेमाल किया, ഈ ബൈബിളിൽ എന്തെല്ലാം ശുശ്രൂഷ പറഞ്ഞിട്ടുണ്ടോ, इस कलाम में लिखे हुए जितनी भी सेवकाई है, കുരുടന്റെ കണ്ണ് തുറന്നു, अंधे की आंखें खुली, ചെകിടന്റെ ചെവി കേട്ടു, बहरे सुनना शुरू हो गए, മുടന്തൻ ചാടി എഴുന്നേറ്റു, लंगड़े उठ खड़े हुए, ആമേൻ, മരിച്ചവൻ ഉയർത്തു. मुर्दा जी उठा. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കാൻ ऐसी പോകുകയാണ്. एक सेवकाई के लिए परमेश्वर एक झुंड को खड़ा करेगा. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല? आप नहीं रहे. ഞാൻ പറയട്ടെ, ദൈവം ഈ ബൈബിളിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു, ये बाइबल में जो कुछ लिख रखा है അതേ രീതിയിലുള്ള ശുശ്രൂഷ उसी रीति की सेवकाई നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. आप करोगे. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം കാണും. विश्वास करने वालों के द्वारा ये चिन्ह चमत्कार നിങ്ങൾ होगा. വിശ്വസിക്കാൻ തയ്യാറായി, आप विश्वास करने को तैयार है तो നിങ്ങൾ ഇത് കാണും. आप मुझे देखो. നിങ്ങൾ ഇവിടുന്ന് ദൂരെ നിന്ന് വന്നവരായിരിക്കാം, यहाँ से दूर से आप आए होंगे, നിങ്ങൾ വെറുതെ വന്നതല്ല, आप व्यर्थ नहीं आए. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്. पवित्र आत्मा आपको ले आया है, കാരണം കർത്താവിന് നിങ്ങളെ ഉപയോഗപ്പെടുത്താനുണ്ട്. क्योंकि प्रभु आपको इस्तेमाल करना चाहता ഞാൻ है. വിശ്വസിക്കുന്ന ഒരു കാര്യം, मैं विश्वास करता हूँ ഇതിനകത്ത് इसके अंदर ആരും അബദ്ധമായിട്ട് कोई വന്നിട്ടില്ല, गलती से नहीं आ बैठा, ആരും അബദ്ധമായിട്ട് कोई വന്നിട്ടില്ല. गलती से आकर
नहीं बैठा, ഇതിനകത്ത് इसके अंदर പ്രയോജനപ്പെടേണ്ട ചിലത് വന്നിട്ടുണ്ട്, इस्तेमाल योग होने के लिए कुछ बैठे हैं, പ്രയോജനപ്പെടുത്തേണ്ട ചിലത് വന്നിട്ടുണ്ട്. इस्तेमाल होने के लिए कुछ लोग आ बैठे हैं. ദൈവാത്മാവ് പറയുന്നു, परमेश्वर की आत्मा कहती है നിന്റെ പ്രയോജനപ്പെടുന്ന രാത്രിയാ. तेरा इस्तेमाल होने वाली रात है ये. കർത്താവിന്റെ ദാസനോട് ദൈവം പറയുന്നു, परमेश्वर के दास से प्रभु कहता है, കർത്താവിന്റെ ദാസൻ വിജയോട് പറയുന്നു, परमेश्वर के दास से कहता है ദൈവം പ്രയോജനപ്പെടുത്താൻ പോകുക. प्रभु इस्तेमाल करने जा रहा है. ചില യുവാക്കളെ പൊക്കിയെടുക്കാൻ പോകുക. कुछ युवाओं को आपके द्वारा खड़ा करेगा प्रभु നിന്റെ ശുശ്രൂഷയിൽ आपकी सेवकाई में. ആമേൻ വരുന്ന കാലങ്ങളിൽ आने वाले दिनों में ദൈവം വലിയൊരു ഗ്രോത്ത് കർത്താവ് തരാൻ बड़ी പോകുക. एक बरकत परमेश्वर तुझे देगा. ഇതുവരെ ഇല്ലാത്തൊരു ഗ്രോത്ത് अब तक ना देखा है ऐसा കർത്താവ് തരാൻ പോകുക. परमेश्वर तुझे देने जा रहा है. കർത്താവ് എന്നോട് പറയുന്നു, परमेश्वर मुझसे कहता है ബന്ധനത്തിൽ കിടക്കുന്നവർ बंधन में पड़े हुए എന്ത് ചെയ്യണമെന്ന് क्या അറിയാത്തവർ करना नहीं मालूम നിന്റെ അടുക്കലേക്ക് വരും. तेरे सन्मुख आएंगे. അവർ നിന്റെ കീഴിൽ മെന്ററിംഗ് ചെയ്യും. वो तेरे भी नीचे होकर मेंटरिंग करेंगे. ദൈവം ചിലതിന്റെ ചങ്ങലകളെ പൊട്ടിച്ച് ദൈവം ദേശങ്ങളിലേക്ക് വിടും. याद रखे कुछ के बंधन को परमेश्वर ഇന്ന് രാത്രിയിൽ അങ്ങനെ देशों में ഒരു भेजेगा. അഭിഷേകം ഇവിടെ ചലിക്കുകയാണ്. ऐसा एक अभिषेक आज रात को यहाँ कार्य कर ആ रहा है. അഭിഷേകം സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചു वो തുടങ്ങണം. अभिषेक को जो स्वीकार कर सकते स्वीकार करे. ഓ കരകളെ ഒന്ന് അടിച്ച് ताली बजाते हुए come on. ധുരവന ജനഗണ ഹതസ്മനാഥരെ ധുരവന ജഗനഗടഗസിയാതന. കർത്താവ് എന്നോട് പറയുന്നു, प्रभु मुझसे कहता है ചില എയർലൈൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള कुछ एयरलाइन से जुड़े हुए ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ऐसे कुछ को प्रभु खड़ा करेगा. എയർലൈൻസ് एयरलाइन से जुड़े हुए എയർലൈൻസ് एयरलाइन से जुड़े हुए कुछ. എനിക്കറിയില്ല मैं नहीं जानता ആരെന്ന് എനിക്കറിയില്ല, कौन है मैं नहीं जानता, പക്ഷെ എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട लेकिन एयरलाइन से जुड़ा हुआ ചിലരെ കർത്താവ് പൊക്കും. ऐसे कुछ व्यक्तियों को प्रभु खड़ा करेगा. ചില പെണ്ണുങ്ങളായിരിക്കും, कुछ स्त्रियां होगी കർത്താവ് അങ്ങനെയുള്ള ചിലരെ പൊക്കും. ऐसे बहनों को प्रभु इस्तेमाल करेगा. ഇന്ന് പകൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ आज प्रातः ऐसा कोई यहाँ मौजूद है तो നിങ്ങൾ ഇന്ന് പകൽ ആയിരിക്കുന്ന ഇടത്ത് വെച്ച് പറഞ്ഞോ, കർത്താവ് എന്നെ ഉപയോഗിക്കണം. आप जहाँ बैठे वहाँ कहो प्रभु मुझे इस्तेमाल करे. प्रभु इस्तेमाल करेगा. നിന്റെ ജോലി കർത്താവിന് വിഷയമല്ല. तेरा काम प्रभु का विषय नहीं. എന്റെ കർത്താവ് തീരുമാനിച്ചാൽ കർത്താവ് तेरा ഉപയോഗിച്ചിരിക്കും. प्रभु अगर ठहरा दे तो प्रभु इस्तेमाल करेगा. എന്റെ കർത്താവ് ഉപയോഗിച്ചിരിക്കും. तुझे परमेश्वर इस्तेमाल करेगा. ആ ബ്ലൂ 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 ബെന്നിൻ ഇട്ടിരിക്കുന്ന ബ്രദർ ഒന്ന് എഴുന്നേറ്റ്. जो नीला बनियान पहने हो भाई खड़े हो जाइए. കർത്താവ് എന്നോട് പറയുന്നു, प्रभु तुझसे कहता है നിങ്ങളുടെ മേൽ आप पर പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാമോ? बस आप प्रार्थना करें. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ आपके ऊपर ഒരു പ്രയോജനമുള്ള ഒരു ആത്മാവ് കർത്താവ് തരാൻ പോകുകയാണ്. इस्तेमाल योग्य एक आत्मा को प्रभु देने जा रहा है. നീ പ്രാർത്ഥിക്കുമ്പോൾ तू जब प्रार्थना करे കടഭാരമുള്ളവരുടെ കടം മാറും. कर्ज से भरे हुए लोगों का कर्ज दूर होगा. കടഭാരമുള്ളവരുടെ കടം മാറും. कर्ज के जो भरे हैं वो लोग उससे छुटकारा पाएंगे. തകർന്നവരുടെ ഹൃദയം കർത്താവ് വെച്ച് കെട്ടും. दबा हुए लोगों के मन को बांधेगा प्रभु तेरे ഇന്ന് द्वारा. പകൽക്കാലം आज प्रातः ആരെല്ലാം പ്രാർത്ഥിക്കുമോ, जो कोई प्रार्थना करे എത്ര പേർ പറയും, കർത്താവ് എന്നെ പ്രയോജനപ്പെടുത്തണമേ? कहेंगे प्रभु मुझे इस्तेमाल योग्य बना. അവൻ പൗലോസിനെ പ്രയോജനപ്പെടുത്തിയ കർത്താവ്, पौलुस को इस्तेमाल योग्य बनाने वाला प्रभु, മോശയെ പ്രയോജനപ്പെടുത്തിയ मूसा കർത്താവ്, को इस्तेमाल योग्य बनाने वाला प्रभु, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത പത്രോസിനെ പ്രയോജനപ്പെടുത്തിയ കർത്താവ്, अनपढ़ जो पतरस है उसको इस्तेमाल किया प्रभु. ഇന്ന് കരയുന്ന ചിലരെ കർത്താവ് നോക്കുകയാണ്. आज आंसू बहाने वाले कुछ को प्रभु देख रहा है. ഹൃദയത്തിൽ കരയുന്ന ചിലരുണ്ട്. हृदय में आंसू बहाने वाले कुछ लोग हैं. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. क्या करना नहीं मालूम. എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നടക്കുകയാണ്. सब एक विश्वास के भरोसे चल रहे हैं. എന്നാൽ ഈ 2017 लेकिन ये 2017 നിന്റെ വിജയത്തിന്റെ വർഷമാക്കി എന്റെ യേശു മാറ്റും. तेरा विजय का वर्ष ठहराएगा मेरा यीशु. ഇതുവരെ ഇല്ലാത്തൊരു വിജയം നിനക്ക് കർത്താവ് अब तक തരും. ना मिला ऐसा एक विजय परमेश्वर तुझे देगा. 2016 നീ തോറ്റു, 2016 में तू हारा, പക്ഷെ 2017 ദൈവം ഒരു വിജയം നിനക്ക് തരും. लेकिन 2017 में एक जय परमेश्वर तुझे देगा. ദൈവത്തിന്റെ ഒരു ഫേവർ ദൈവം കൽപ്പിക്കും. परमेश्वर का एक हक तेरे लिए प्रकट ദൈവം होगा. എന്നോട് പറയുന്നു, परमेश्वर कहता है ഇപ്പോൾ കാണുന്ന ഈ എനിക്കറിയില്ല, ഇപ്പോഴുള്ള ചില ദൈവദാസന്മാരെയൊക്കെ यहाँ पर अभी जो कोई परमेश्वर के दास है കർത്താവ് ചില രാജ്യങ്ങളിലേക്ക് അയക്കും. कुछ राज्यों में प्रभु भेजेगा. എന്നിട്ട് കർത്താവ് ഇവിടെ നിന്ന് തന്നെ यहाँ से प्रभु ചിലരെ കർത്താവ് പോക്കും. कुछ को प्रभु खड़ा करेगा. എനിക്കറിയില്ല, കർത്താവ് പറയുന്നു, प्रभु कहता है यूं ചിലർക്ക് വേണ്ടി ഈ വർഷം തന്നെ വഴി തുറക്കും. कोई ये साल ही परमेश्वर कईयों के लिए राह खोलेगा. പ്രതീക്ഷിക്കാത്ത വഴി തുറക്കും. आशा ना है ऐसे राह खुलेंगे. അതിന് ചിലർ വിചാരിക്കും, ഈ ദൈവദാസൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? कुछ लोग सोचेंगे प्रभु के दास के जाने के बाद कैसे होगा. ദൈവം ഒരു പുതിയ തലമുറയെ ദൈവം ഇവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. परमेश्वर एक नई पीढ़ी को यहाँ खड़ा करेगा. ദൈവം എഴുന്നേൽപ്പിക്കും. परमेश्वर खड़ा മോനെ, करेगा. നീ വിശ്വസിക്കണം. आप विश्वास करना നീ है. വിശ്വസിച്ചാൽ तू विश्वास करे तो ദൈവം നിന്നെ പ്രയോജനപ്പെടും. परमेश्वर तुझे इस्तेमाल योग्य बनाएगा. ഇന്ന് പകൽ ഈ റോയിൽ ഇരിക്കുന്ന എല്ലാവരും यहाँ बैठे हुए सभी लोग आप विश्वास करना है परमेश्वर इस्तेमाल योग्य बनाएगा. क्यों आप ऐसे बैठे नहीं मालूम. प्रभु मुझसे कहता है ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. परमेश्वर आपको इस्तेमाल योग्य बनाएगा.
glory, glory. Oh, we worship you, Lord. സുമിച്ച, ഇവിടെ എയർലൈൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എയർലൈൻസ് യു എഴുന്നേറ്റോ. എനിക്കറിയില്ല കർത്താവ്. കം ഫോർവേഡ്. कृपया सामने आइए. എയർലൈൻസ് കം ഫോർവേഡ്. ഷഗനിയാം തോരോ ബോസിയാ ധനര ബാബ. എല്ലാവരും കരങ്ങളെ ഉയർത്തി सभी लोग हाथों को उठाकर നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. आप प्रार्थना करना शुरू करो. ആരും ഇവിടെ കാഴ്ചക്കാരായി നിൽക്കും. यहाँ कोई भी देखने के लिए नहीं. കർത്താവ് എന്നോട് പറയുന്നു, प्रभु मुझसे कहता है ചിലരുടെ ജീവിതം कुछ लोगों का जीवन പ്രയോജനമില്ലാതെ നിൽക്കും. इस्तेमाल रहित है. ദൈവം ഇന്ന് രാത്രി लेकिन प्रभु आज रात को ഈ മിനിറ്റ് इस क्षण में ദൈവം ആ വിധിയെ മാറ്റി परमेश्वर उस लेखे को बदल कर എല്ലാവരും വാ തുറന്ന് പ്രാർത്ഥിച്ചു. सभी लोग जबान खोलकर प्रार्थना करें. പറഞ്ഞ കർത്താവ് എന്നെ ഉപയോഗിക്കണം, प्रभु मुझे इस्तेमाल कर कहो. എന്നെ ഉപയോഗിക്കണം. प्रभु मुझे इस्तेमाल कर. എനിക്ക് വേറെ ഒന്നും വേണ്ട, मुझे और कुछ नहीं चाहिए. കർത്താവ് എന്നെ ഉപയോഗിച്ചു. प्रभु मुझे इस्तेमाल करे. എനിക്കറിയില്ല കർത്താവിന്റെ ദാസ, मैं नहीं जानता प्रभु के दास. ദൈവം എന്നോട് ഭയങ്കരമായിട്ട് പറയുന്നു, परमेश्वर मुझसे सामर्थ से कहता है. ദൈവത്തിന്റെ വല്ലാത്തൊരു ഫേവർ ദൈവം परमेश्वर का एक बड़ा हित तेरे लिए है. Jesus, can you please worship for some time? Please. നീ ക്യാമറ പിടിച്ചോണ്ടിരിക്കേണ്ടവനല്ല, നീ ക്യാമറ പിടിച്ചോണ്ട് നിൽക്കേണ്ടവനല്ല. तू वहां पर कैमरा पकड़कर खड़े होने के लिए नहीं है. നിന്നെ ദൈവത്തിന് ആവശ്യം. तुझे प्रभु को जरूरत है तेरी. ക്യാമറ മാറ്റി, कैमरा हटा. നിന്നെ കർത്താവ് प्रभु तुझे മാനിക്കും, आदर करेगा. നിന്റെ മേൽ तेरे ऊपर ഒരു പുതപ്പ് ഇവന്റെ മുകളിൽ നിൽക്കുകയാണ്. एक चादर इसके ऊपर बनी हुई है. ഏലിയാവിന്റെ മേൽ നിന്ന് ഏലീശയിലേക്ക് ട്രാൻസ്ഫർ ആയ ആ വീണ പുതപ്പ്, एलिया से एलीशा पर गिरा हुआ वो चादर, അങ്ങനെ ഒരു പുതപ്പ് ഇവന്റെ മേൽ വീഴുകയാണ്. ऐसी एक चादर इसके ऊपर गिरने जा रही है. നിന്റെ മേൽ നീ വിശ്വസ്തനായി നിന്നാൽ तू ईमानदार ठहरे तो ദൈവം നിന്നെ അധികത്തിൽ വിചാരകനാക്കും. परमेश्वर अनेक विषयों में तुझे सोच का कारण ठहराएगा. Come on, in Jesus name. यीशु नाम से, In Jesus name. यीशु के नाम കർത്താവേ, से ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, सभी लोग प्रार्थना करें. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, हम प्रार्थना करते ഞങ്ങൾ हैं. പ്രാർത്ഥിക്കുന്നു. हम प्रार्थना करते ഈ हैं ജനത്തിന്റെ മേൽ इन लोगों पर ഇപ്പോൾ തന്നെ अभीषण ദൈവ സാന്നിധ്യം ചലിക്കണം, परमेश्वर की मौजूदगी ചലിച്ചു ठहरे. തുടങ്ങണം. वो कार्य करे. Come on, കരം അടിക്കണമെങ്കിൽ കരം അടിച്ച്, ताली बजाना है तो ताली बजा सकते हैं. വാ തുറന്ന് സ്തുതിക്കണമെങ്കിൽ വാ തുറന്ന് जबान खोलकर धन्यवाद करना है तो कर കർത്താവിനെ सकते അല്പസമയം സ്തുതിച്ചാട്ടെ. हैं. कुछ क्षण धन्यवाद करे. Come on. ആരാധിച്ചു തുടങ്ങിയേ. आराधना करना शुरू करो. Come on, don't stop it. आराधना ना रोको. ആരാധിക്കുന്നവർക്ക് ഒരു വിടുതലുണ്ട്. आराधना करने वालों को एक छुटकारा है. ശബ്ദം ഉയർത്തുന്നവർക്ക് ഒരു വിടുതൽ आवाज ജയമുണ്ട്. करने वालों को एक छुटकारा है. ദൈവം എന്നോട് പറയുന്നു, प्रभु मुझसे यूं कहता है, ഇതിനകത്ത് इसके अंदर തലമുറയില്ലാത്തത് बगैर संतान के ദൈവം തലമുറയെ കൊടുക്കാൻ പോകും. परमेश्वर ने संतान देने जा रहा है. In Jesus name, यीशु नाम से I declare, हम प्रार्थना करते हैं ഇപ്പോൾ തന്നെ अभीषण ഒരു വിടുതൽ एक സംഭവിക്കട്ടെ. छुटकारा होने पाए. അടഞ്ഞിരിക്കുന്ന ഉദരങ്ങൾ बंद जो कोख है യേശുവിന്റെ നാമത്തിൽ यीशु के नाम से തുറക്കട്ടെ. खुल जाने पाए. നീ നീ പ്രയോജനപ്പെടേണ്ടവള, इस्तेमाल योग्य बनेगी. നീ പ്രയോജനപ്പെടേണ്ടവള. तू इस्तेमाल योग्य होना है. നിന്നെ അസാധാരണമായ രീതിയിൽ ദൈവം तुझे പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. असाधारण रीति से परमेश्वर इस्तेमाल योग्य बनाएगा. നിന്റെ കുടുംബത്തിലുള്ള ചിലതിനെ തന്നെ तेरे परिवार से ही कुछ को ദൈവം പിടിക്കാൻ പോകും. परमेश्वर छूने जा रहा है. ചില ദൂരത്തായിരിക്കുന്നു, कुछ दूर है कुछ लोग, ചിലരെ ദൈവം പിടിക്കാൻ कुछ को പോകും. परमेश्वर पकड़ेगा. ആമേൻ ആമേൻ. ഇവിടെ ഉള്ളവരല്ല, यहाँ पर नहीं है वे, അന്യദേശത്തുള്ള अन्य देश में है वे. ദൈവം പിടിക്കുന്ന പകൽ परमेश्वर ने छूने वाला നീ दिन. പ്രാർത്ഥിച്ചോ. तू प्रार्थना कर. നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ
വിഷയങ്ങൾ ദൈവം ടിക്ക് ചെയ്യും. तू जो प्रार्थना करे उस विषय पे परमेश्वर हाथ ठहराएगा. നിനക്ക് വേണ്ടി ഏഞ്ചൽസ് മൂവ് ചെയ്യും. तेरे लिए स्वर्गदूत कार्य करेंगे. നീ പ്രാർത്ഥിക്കുമ്പോൾ तू प्रार्थना कर ഒരു ഏഞ്ചലിക് മിനിസ്ട്രി एक जो स्वर्गदूतों की सेवकाई നിന്റെ മേൽ കർത്താവ് തരാൻ പോകുകയാണ്. परमेश्वर तेरे ऊपर देने जा रहा है. Jesus name यीशु के I नाम impart an anointing. वो सामर्थ को उड़ेलता हूँ. Jesus name यीशु नाम से കർത്താവേ ഇവന്റെ മേൽ तेरे ऊपर अद्भुत कार्य करता है, नहीं तेरे जैसा, नहीं तेरे जैसा, तू शक्तिमान अद्भुत कार्य करता है, नहीं तेरे जैसा कोई. You are holy, Lord. Holy, holy, holy. ചിലരുടെ വിവാഹങ്ങൾ ഈ വർഷം നടന്നു. कुछ लोगों का विवाह इस साल होगा. ആ വിവാഹം നടക്കുമ്പോൾ वो विवाह होते वक्त അത് ടേണിംഗ് പോയിന്റ് ആയി ദൈവം മാറ്റും. वो एक तेरे जीवन का बड़ा बदलाव बनाएगा. ചില മെയിൻ ആയിട്ടുള്ള कुछ प्रमुख മെയിൻ ആയിട്ടുള്ള कुछ प्रमुख ചിലരെ കർത്താവ് അവർക്ക് വേണ്ടി ഡോർ തുറക്കാൻ പോകും. उनके लिए परमेश्वर राह खोले. ക്ലോസ് ആയിട്ടുള്ള ചിലർ आपके जो सबसे करीब है ദൈവം ഡോർ തുറക്കാൻ उनके പോകും. लिए राह प्रभु खोलेगा, द्वार खोलेगा. എനിക്കറിയില്ല, मैं नहीं जानता. ദൈവം ചിലർക്ക് വേണ്ടിയിട്ട് ചിലതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കും. परमेश्वर कुछ के लिए कुछ राह साफ तैयार करके दे रहा. പിശാച് നോ എന്ന് പറയും. शैतान ने ना कहा है. പിശാച് തലമുറയെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും. परमेश्वर पीढ़ियों को रोक के പക്ഷെ रखा है. ദൈവം ഇന്ന് രാത്രിയിൽ ടിക്ക് ചെയ്യാൻ പോകും. लेकिन उस पर परमेश्वर हाँ कहेगा जिसे शैतान ने ना कहा है. നിന്റെ പ്രയോജനമില്ലാത്ത നിന്റെ അവയവം ഓർഗൻ तेरे शरीर का अंग जो इस्तेमाल रहित है ദൈവം പ്രയോജനപ്പെടുത്താൻ പോകും. परमेश्वर इस्तेमाल योग्य कराएगा. അത് വർക്ക് ചെയ്യാൻ वो പോകും. कार्य करना शुरू करेगा. ഇന്ന് രാത്രി आज रात को അങ്ങനെ ഒരു വിടുതൽ സംഭവിക്കാൻ ऐसा एक പോകും. छुटकारा होने जा रहा है. ഇന്ന് പകൽ എത്ര പേർ പറയും കർത്താവ് എന്നെ ഉപയോഗപ്പെടുത്തും? कितने लोग कहेंगे आज मुझे प्रभु इस्तेमाल करे. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിനെ ഉപയോഗപ്പെടുത്തിയ കർത്താവ് पौलुस को इस्तेमाल करने वाला परमेश्वर നിങ്ങളെ ഓരോരുത്തരെയും ഉപയോഗപ്പെടുത്താൻ आप में से हर एक को इस्तेमाल योग्य बना सकता है. ഞാനിത് വെറുതെ പറയുകയല്ല. मैं ये व्यर्थ नहीं कह रहा हूँ. ഇത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാ मैं പറയുന്നത്. प्रभु से हासिल किया फिर कह रहा കർത്താവ് हूँ. എന്നോട് ശക്തമായിട്ട് പറഞ്ഞു. प्रभु मुझसे सामर्थ से कहता है. ഇതിനകത്ത് ചിലർ ചോദിക്കുന്നുണ്ട്, इसके अंदर बैठे कुछ लोग सवाल कर रहे हैं ഞാൻ എന്തിനാ ജീവിക്കുന്നത്? मैं क्यों जीवित रहूं. ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പറയട്ടെ, आज रात को मैं कहता हूँ നിങ്ങളുടെ മൂക്കിൽ ജീവശ്വാസം ഉള്ളിടത്തോളം आपके नाक में जब तक जीवन का श्वास है എന്റെ ദൈവത്തിന് നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ मेरा ആഗ്രഹം. प्रभु आपको इस्तेमाल कर सकता है. നിങ്ങളുടെ മൂക്കിൽ ശ്വാസമുണ്ടോ? आप में जब तक श्वास चालू है എന്റെ ദൈവത്തിന് നിങ്ങളെ പ്രയോജനപ്പെടുത്തണം. मेरा परमेश्वर तुझे इस्तेमाल योग्य बना सकता है. ദൈവം ഇതുവരെ കൊണ്ടുവന്നില്ലേ? प्रभु अब तक नहीं ले आया क्या? ദൈവം ഇന്ന് ഇവിടെ കൊണ്ടിരുത്തിയില്ലേ? यहाँ लाकर बैठाया नहीं क्या प्रभु? ദൈവം നിങ്ങളോട് പറയുകയാണ്, प्रभु तुझसे कहता है നിന്നെ കൊണ്ട് കർത്താവിന് പ്രയോജനമുണ്ട്. तेरे द्वारा परमेश्वर कुछ कार्य करेगा. ഞാനൊരു കാര്യം പറയാം, मैं एक चीज कहता हूँ എനിക്കിവിടെ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. मैं यहाँ खड़े होने की कोई काबिलियत नहीं रखता, എന്നാൽ എന്നെ യോഗ്യനാക്കി തീർത്ത ഒരു കർത്താവ്. लेकिन मुझे काबिल बनाने वाला एक परमेश्वर है. എന്നെ പറ്റി എന്റെ മാതാപിതാക്കൾക്ക് വളരെ വിഷമമായിരുന്നു. मेरे प्रति मेरे माता पिता बहुत दुखी थे. ഒരു സൈഡിൽ എന്നെ പിശാച് തകർത്തുകൊണ്ടിരുന്നു, एक तरफ जहाँ शैतान मुझे तबाह कर रहा था, മറു സൈഡിൽ എന്റെ മാതാപിതാക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്. दूसरे ओर मेरे माता पिता मेरे लिए प्रार्थना कर रहे थे. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. आज मैं यहाँ खड़ा हूँ, एक अचंबा है. എന്റെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ मेरे परमेश्वर की एक योजना है तो ലോകത്തിലെ എല്ലാ ഭൂതം വന്നാലും जगत का कोई भी दुष्ट ताकत हो
ഇന്ന് പകൽ നിങ്ങൾ പറയണം, आज आप ये कहना है, നിങ്ങളുടെ വാ കൊണ്ട് പറയണം. अपने जबान से कहना है, വാ കൊണ്ട് പറയുന്നവൻ രക്ഷിക്കപ്പെടും. वो जबान से कहने वाला उद्धार पाएगा. പറയണം, ഞാൻ പ്രയോജനപ്പെടും. बोलना है, मैं इस्तेमाल योग्य बनूंगा. മറ്റുള്ളവർ എന്ത് പറയുന്നെന്ന് നീ നോക്കണ്ട. दूसरे क्या कहते हैं ना तक, നിന്റെ വീട്ടുകാർ എന്ത് പറയുന്നെന്നുള്ള നീ घर നോക്കണ്ട. वाले तेरे बारे में क्या कहते हैं ना सुन. എന്നാൽ ഇന്ന് മുതൽ നീ പ്രയോജനപ്പെടും. लेकिन आज से तू इस्तेमाल योग्य बनेगा. ചിലരൊക്കെ കരയുന്നു, कुछ लोग जानना है, ചിലരൊക്കെ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കും. कुछ लोग आज समर्पण कर रहे हैं. നിന്റെ ജീവിതം പ്രയോജനമില്ലാതായി പോകത്തില്ല. तेरा जीवन इस्तेमाल रहित नहीं रहेगा. ദൈവം പ്രയോജനമുള്ളതാക്കി परमेश्वर മാറ്റും. इस्तेमाल योग्य बनाएगा. എത്ര പേർ പറയും പ്രയോജനമുള്ള कितने ജീവിതം? लोग कहेंगे इस्तेमाल योग्य, പ്രയോജനമുള്ള ജീവിതം. इस्तेमाल योग्य जीवन, പാസ്റ്ററെ, പ്രയോജനമുള്ള ശുശ്രൂഷ. इस्तेमाल योग्य सेवकाई, ഓ, പ്രയോജനമുള്ള ശുശ്രൂഷ. फायदेमंद सेवकाइयां. ഞാൻ ആത്മാവിൽ ഒരു കാര്യം കാണുന്നു. मैं आत्मा में एक चीज देख रहा हूँ. സാധാരണ വന്ന എല്ലാ ഞായറാഴ്ചയും ആരാധിച്ചിട്ട് പോകുന്ന ശുശ്രൂഷയല്ല. साधारण तौर पर रविवार को आकर आराधना करके जाने वाले एक सेवकाई नहीं. ഓരോ ഞായറാഴ്ചയും हर एक रविवार നിങ്ങളുടെ സഭയിൽ ക്യാൻസർ സൗഖ്യമാണ്. आपके कलीसिया में कैंसर चंगे होंगे. വീൽ ചെയറിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുന്നു. व्हील चेयर में आने वाले लोग खड़े होंगे. ഭൂതങ്ങൾ വിട്ടുമാറും. दुष्ट आत्मा छोड़ जाएगी. അങ്ങനത്തുള്ളൊരു ശുശ്രൂഷ. ऐसी एक सेवकाई ആന്റി, കർത്താവ് പറയുന്നു, प्रभु कहता है, ദൈവം ഒരു രോഗശാന്തിയുടെ ഒരു വലിയ ശുശ്രൂഷ കർത്താവ് रोग की चंगाई का एक बड़ी सेवकाई परमेश्वर को मिलेगी. അസാധാരണമായ एक असाधारण. ഒരു നിങ്ങൾ ക്യാൻസറിന്റെ മേൽ കൈവെക്കുമ്പോൾ आप ക്യാൻസർ മാറും. कैंसर पे हाथ रखे तो वो रोग हट जाएगा. ആന്റി, ട്യൂമറിന്റെ മേൽ കൈവെച്ചോ ട്യൂമർ മാറും. ट्यूमर पे हाथ रखो, ट्यूमर टल ഇന്ന് जाएगा. പകൽ അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ ദൈവം ഇന്ന് പകൽ അയക്കുക. ऐसे एक उंडेल परमेश्वर आप पर उंडेल रहा है. ഞാൻ പറയുന്നു, मैं कहता हूँ, കുടുംബത്തിൽ ആർക്കുമില്ലാത്ത परिवार में किसी को ഒരു नहीं, അഭിഷേകം ദൈവം ഇന്ന് രാത്രി പകരുകയാണ്. ऐसा एक अभिषेक प्रभु आप पर उंडेल रहा है. നീ നോക്കിയാൽ മതി, तू दृष्टि में രോഗിയുടെ രോഗം മാറും. रोगी का रोग टल जाएगा. ഇന്ന് രാത്രിയിൽ आज रात को എത്ര പേർ പറയും, कितने लोग कहेंगे, കർത്താവ് എന്നെ प्रभु ഉപയോഗപ്പെടുത്തണം. मुझे इस्तेमाल योग्य बना. നിന്റെ പ്രായം യേശുവിന് तेरा വിഷയമല്ല. उम्र एक विषय नहीं है प्रभु को. നീ 60 ആകട്ടെ, तू 60 का हो, നീ റിട്ടയർഡ് ആയിരിക്കും. रिटायर्ड हो, ഇന്ന് പകൽ പറ, യേശുവേ आज क्या है यीशु എന്നെ ഉപയോഗപ്പെടുത്തണമേ. मुझे इस्तेमाल योग्य बना. Come on, somebody say, Lord, use me. प्रभु मुझे इस्तेमाल करो, कर कर कहे हम मिलके. ആരെങ്കിലും പറഞ്ഞാട്ടെ. कोई कह नहीं पाए. Thank you, Jesus. ആർക്കുമില്ലാത്ത, किसी को ना है, മറ്റ് ദേശങ്ങൾക്കില്ലാത്ത बाकी देशों में ना है, ഒരു ഐക്യത ദൈവം നിങ്ങളിൽ തന്നെങ്കിൽ, ऐसी एकता प्रभु आप में दे. तो പല സഭകളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വന്ന് കൂടിയെങ്കിൽ कई कलीसियाओं से लोग यहाँ पर इकट्ठा हुए तो ദൈവം വെറുതെ കൊണ്ടുവന്നു. परमेश्वर व्यर्थ नहीं ले आया. ദൈവം അബദ്ധം പറ്റിച്ചതല്ല. परमेश्वर को धोखा नहीं हुआ है. ഞാൻ കുറച്ചും കൂടെ വ്യക്തമായി പറഞ്ഞാൽ, और साफ तरीके से कहूँ तो ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റിന്റെ ടൈമായി. परमेश्वर का चुनाव का समय है ये. ഇതിനകത്ത് മനുഷ്യൻ റിജക്ട് ചെയ്ത പലരും ഉണ്ട്. यहाँ पर मनुष्यों ने त्यागा, ऐसे कई लोग यहाँ बैठे हैं. എന്നാൽ ആ റിജക്ട് ചെയ്തതിനെ लेकिन वो त्यागे वो में से ദൈവം സെലക്ട് ചെയ്യും. परमेश्वर कुछ को चुनेगा. നിങ്ങൾക്കറിയാമോ, आप जानते हो क्या? ദാവീദിനെ എല്ലാവരും റിജക്ട് ചെയ്തു. याद रखिए, दाऊद को सबने त्यागा. ദാവീദ് ബൈബിളിൽ സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. भजन संगीता में दाऊद यूं कहता है, എന്റെ അപ്പനും അമ്മയും എന്നെ തള്ളിക്കളഞ്ഞു, मेरे माता पिताओं ने मुझे त्याग दिया, എങ്കിലും അവൻ എന്നെ ചേർത്ത് കൊണ്ടു. लेकिन फिर भी वो मुझे सीने से लगाए रखा. ഞാൻ പറയട്ടെ, അപ്പനും അമ്മയും റിജക്ട് ചെയ്തു, माता पिता त्याग दिए होंगे, സ്വന്തം സഹോദരന്മാർ റിജക്ട് ചെയ്തു, के भाइयों ने त्याग दिया, എങ്കിലും സ്വർഗം സെലക്ട് ചെയ്തു. फिर भी स्वर्ग ने चुना. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, आज कितने लोग विश्वास करते हैं, ആരെല്ലാം നിന്നെ റിജക്ട് ചെയ്താലോ कोई भी तुझे त्याग दे, സ്വർഗം നിങ്ങളെ സെലക്ട് ചെയ്യോ. स्वर्ग तुझे चुनेगा. സ്വർഗം നിങ്ങളെ സെലക്ട് ചെയ്യോ. स्वर्ग तुझे चुनेगा. മറ്റുള്ളവർ തള്ളിയേക്കാം, बाकी लोग त्याग दे, ഇന്ന് പകൽ സ്വർഗം നിങ്ങളെ മാർവോണണിക്കും. आज स्वर्ग तुझे सीने से लगाएगा. വിശ്വസിക്കുന്നവർ അക്കാരമൊന്ന് അടിച്ചു. विश्वास करने वाले ताली बजाए. Yes, yes. ശക്തിയോടെ और सामर्थ से. ഹേ ഹേ ഹേ. Yes, 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 yes. വീട്ടുകാർ നോക്കിയപ്പോൾ, जब घर वालों ने देखा, ദാവീദിനെ നോക്കിയത്, दाऊद को जो देखा, നാട്ടുകാർ നോക്കിയത് गांव वालों ने जो देखा, ഒരു एक ആട്ടിടയനായിട്ട്, चरवाहे के तौर पर. വീട്ടുകാർ നോക്കിയത് घर वालों ने देखा, ഒരു പ്രയോജനമില്ലാത്തവനായിട്ടാണ്. इस्तेमाल रहित था वो. അവന് ഒരു പ്രയോജനമില്ല. वो कोई काम कर रही थी. ബാക്കിയുള്ളവന്മാരെല്ലാം बाकी सब
എല്ലാവരും നല്ല സുന്ദരന്മാർ, बाकी सुंदर थे सब, നല്ല अच्छे ബലമുള്ളവന്മാർ. बलवान थे। കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും, कोई भी रास्ते चले तो उन्हें देखेगा, എന്നാൽ ഒരു പ്രയോജനമില്ല അച്ഛാ. लेकिन कोई इस्तेमाल का काम नहीं उनमें। എന്നാൽ ഇവനെ എന്റെ സ്വർഗം നോക്കി. लेकिन जब दाऊद की ओर स्वर्ग देखा, നാട്ടുകാർ കണ്ടത് ആട്ടിടയനായ ദാവീദിനെ, गांव वालों ने जब देखा एक चरवाहा दाऊद को देखा, എന്നാൽ എന്റെ ദൈവം കണ്ടത് ഇസ്രായേലിന്റെ രാജാവിനെ. लेकिन मेरा परमेश्वर ने जो उसमें देखा इस्राएल के राजा को देखा। നാട്ടുകാർ നിന്നെ പറ്റി എന്ത് നോക്കുന്നു എന്ന് നീ ഭാരപ്പെടണ്ട. गांव वाले तेरे बारे में क्या कहता वो नहीं है विषय, ദൈവം നിന്നെ പറ്റി എന്ത് പറയുന്നു. परमेश्वर तेरे बारे में क्या कहता है। മറ്റുള്ളവർ നിന്നെ താഴ്ത്തിയേക്കാം, बाकी लोग तुझे नीचे करे, എന്നാൽ എന്റെ ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. मेरे प्रभु को तेरे प्रति एक योजना है। ഇതിനകത്ത് इसके अंदर ചിലരുടെ മെന്റൽ ബ്ലോക്കിൽ ഇരിക്കുക, कुछ के दिमाग में बैठा है, ആർക്കും എന്നെ വേണ്ട, कोई मेरी चाहत नहीं रखता, നീ അത് നീ വിചാരിക്കണ്ട. तू वो ना सोच, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് നീ വിചാരിക്കണ്ട. बाकी लोग क्या कह रहे हैं ना सोच, ദൈവം നിന്നെ പറ്റി എന്ത് प्रभु പറയുന്നു. तेरे बारे में क्या कहता है ये सोच। ദൈവം എന്ത് പറയുന്നു. प्रभु क्या कहता है, അവൻ മറ്റുള്ളവർ പുറമേ ഉള്ളത് നോക്കും, बाहरी से बाकी लोग देखते हैं, നീ ഒന്നിനും കൊള്ളാത്തവനാണ്, किसी काबिल नहीं है, നിന്നെ കണ്ടു കഴിഞ്ഞാലേ പ്രയോജനമില്ല. तुझे देखे तो ही लगता कोई इस्तेमाल करे। മറ്റുള്ളവർ പുറമേ ഉള്ളതിനെ നോക്കുമ്പോൾ ദാവീദ് പറയും യഹോവ ഹൃദയങ്ങളെ അറിയുന്നു. उस समय दाऊद कहता है यहोवा परमेश्वर हृदय को परखता है। ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത ദൂത് ഞാൻ പറയുക. अगली वाणी में कहता हूँ, ഇതിനകത്ത് इसके अंदर വിദ്യാഭ്യാസത്തിൽ തകർന്നു पढ़ाई में रुकावट पाए हुए, ഒരു പ്രയോജനം ഇല്ലാതിരിക്കുന്ന ചിലരുണ്ട്. कोई इस्तेमाल के नहीं ऐसे बैठे कई लोग। ദൈവം അവരോട് പറയുന്നു, प्रभु उनसे कहता है ദൈവം നിന്നെ ഉയർത്താൻ പോകും. प्रभु तुझे ऊंचा करेगा, നീ ഒറ്റ കാര്യം ചെയ്താൽ तुझे മതി. एक ही चीज करना है। പത്രോസ് पत्रस രാത്രി മുഴുവൻ അധ്വാനിച്ചു, रात भर परिश्रम किया, ഒന്നും കിട്ടിയില്ല, कुछ भी ना पाया, ഒന്നും കിട്ടിയില്ല. कुछ भी नहीं पाया। അതേപോലെ उसी रीति से വള്ളമുണ്ട്, नाव है, വലയുണ്ട്, जाल है, എല്ലാം ഉണ്ട്. सब कुछ तो है, പക്ഷെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. लेकिन रात भर परिश्रम के बावजूद कुछ नहीं पाया। നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്, पहले मिलता था, എന്നാൽ ദൈവം അറിഞ്ഞുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. लेकिन प्रभु ने जानबूझकर उसे रोक रखा है। യേശു കർത്താവ് വന്നിട്ട് यीशु मसीह आकर നമുക്ക് ആഴത്തിലേക്ക് വല വീശാൻ പോകാം. हम गहराई में नाव ले चले जाल बिछाने के लिए। പത്രോസ് പറയുന്നു, पत्रस कहता है നാഥ, हे मालिक, രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, रात भर मैंने परिश्रम किया, എന്നിട്ടും എനിക്ക് ഒന്നും फिर കിട്ടിയില്ല. भी मुझे कुछ ना मिला। കർത്താവിന് അതറിയേണ്ട ആവശ്യം. प्रभु को जाने की जरूरत नहीं। പത്രോസ് പറഞ്ഞൊരു കാര്യം, पत्रस कहता है എങ്കിലും फिर भी ഞാൻ നിന്റെ വാക്കിന് വല. तेरे कहने पर मैं जाल उतारूंगा। കർത്താവിന്റെ വാക്കിന്, परमेश्वर की वाणी पर, കർത്താവ് പറയുന്ന ഈ ദൂതന് परमेश्वर की कहने वाली इस वाणी के लिए നിങ്ങൾ വില കൊടുക്കുമെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ, आप उस पर भरोसा रखेंगे, उस पर अमल करेंगे तो നിങ്ങളുടെ പടക് നിറയും. आपकी नाव भर जाएगी। അവന്റെ പടക് നിറഞ്ഞ എങ്ങനെയാണെന്നറിയോ? उसका नाव कैसे भरा? അവന്റെ പടക് മാത്രമല്ല നിറഞ്ഞു, उसी का नाव नहीं भरा, അവനെ എടുക്കാൻ പറ്റാത്തതുപോലെ മീൻ കയറി. वो ना निकालता इतनी मछलियां जाल में आ അടുത്ത് गई। പോയ പടകിനെയും വിളിച്ചു. बगल से जाने वाले नाव को बुलाया। നീ ഇന്ന് പകൽ വിശ്വസിച്ചാൽ तू आज विश्वास करे तो നിനക്ക് മാത്രമല്ല, तेरे लिए ही नहीं, നിന്റെ അടുത്ത പടകിന് അതൊരു तेरे അനുഗ്രഹം. बगल के नाव के लिए भी एक आशीष बन ठहरेगा। നീ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിച്ചാൽ, तू आज रात को यहाँ बैठ അച്ഛാ, के അടുത്തുള്ള പടകിനും ഒരു അനുഗ്രഹം കർത്താവ് തരാൻ बगल के പോകുകയാണ്. नाव के लिए एक आशीष देगा। അവർ വിശ്വസിച്ചത് കൊണ്ടല്ല, उन्होंने विश्वास कैसे नहीं, നിന്റെ വിശ്വാസം കണ്ടിട്ട് तेरा विश्वास देखकर നിന്റെ അടുത്തുള്ള പടക് നിറയും. तेरे बगल वाले का भी नाव भरेगा। ഹല്ലേലൂയ. അത് കാണുമ്പോൾ അവർക്ക് വിശ്വാസമാകും. वो देखते वक्त वे विश्वास करेंगे। നിങ്ങൾക്ക് നേരെ പ്രശ്നം വരുന്നോ? आपके विरुद्ध परेशानी है क्या? നിങ്ങൾ വളരുകയാണ്. आप बढ़ रहे हो। പ്രതികൂലം വരുന്നോ? प्रतिकूल अवस्था है क्या? നിങ്ങൾ आप വളരുകയാണ്. बढ़ रहे हो, വളരുകയാണ്. बढ़ रहे हो। As you go through it, जब आप इस परेशानी से गुजरो, you will grow through it. आप उसी में बढ़ोगे प्रभु। As you go through it, आप जब इसमें गुजरोगे, you will grow through it. आप उसी में बढ़ोगे। ഓ, നിങ്ങൾ പോകുമ്പോൾ, आप उसमें से गुजरते वक्त, പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ, परेशानी से जाते वक्त, എന്റെ ദൈവം ആരെന്നത് തെളിയിക്കും. मेरा प्रभु साबित करेगा कौन है तू। ഹല്ലേലൂയ. हालेलुया। ഒരിക്കൽ एक बार ഒരു മനുഷ്യൻ, एक मनुष्य അവൻ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുക, बस चढ़ने के लिए खड़ा था, ബസ് സ്റ്റാൻഡിൽ നിൽക്കുക. बस स्टैंड में खड़ा था। എന്നാൽ लेकिन ഇന്ത്യയിലെ ബസ്സല്ലേ, भारत का बस है, ഇവിടെ കൈ കാണിച്ചാൽ അപ്പുറത്ത് കൊണ്ട് നിർത്തി. यहाँ हाथ दिखाए तो आगे जाकर ही रोकेगा। അവൻ ആ ബസ് ഇച്ചിരി ദൂരത്ത് കൊണ്ട് നിർത്തി. बस थोड़ा आगे ले जाकर रोका।
അവൻ ഓടിച്ചെല്ലുവാൻ തുടങ്ങി. वो दौड़कर उसके करीब जाना शुरू किया. ഓടിച്ചെല്ലുവാൻ തുടങ്ങിയപ്പോൾ ഉറപ്പാ അവിടെ നിന്നവരെല്ലാം വിചാരിച്ചു അവൻ ആ ബസ് കിട്ടത്തില്ല. वहां खड़े हुए सब लोगों ने सोचा उससे वो बस नहीं मिलेगा. എല്ലാവരും വിചാരിച്ചു ഇവൻ ഈ സ്പീഡിൽ ഓടി അവൻ ആ ബസ് കിട്ടത്തില്ല. सबने सोचा ये गति से वो भागेगा तो नहीं चढ़ पाएगा बस पे. നോക്കിയപ്പോൾ लेकिन जब देखा ഒരു പട്ടി एक कुत्ता കുരച്ചു കൊണ്ടുവരും, भौंकते हुए आ रहा है, കുരച്ചു കൊണ്ടുവരും. भौंकते हुए उसकी ओर आ रहा है. അവൻ നേരത്തെ ഓടിയ സ്പീഡിന് ഓടിയാൽ അവന് ബസ് കിട്ടത്തില്ല. पहले जो दौड़ रहा था उससे वो बस पे नहीं चढ़ पाएगा. എന്നാൽ ഈ പട്ടി കുരയ്ക്കുന്നത് കണ്ടപ്പോൾ लेकिन जब ये कुत्ता भौंकना शुरू किया അവൻ ജീവനും കൊണ്ട് ഓടാൻ वो തുടങ്ങി. अपने जीवन को बचा के भागने लगा. നമ്മുടെ അത്ലറ്റ്സ് അവർ മെഡലിന് വേണ്ടിയിട്ട് ഓടും, हमारे एथलीट्स उनको मेडल मिलने के लिए वो दौड़ते हैं. എന്നാൽ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ ഓടി. लेकिन ये व्यक्ति अपनी जान बचाने के लिए भागा. അവൻ ഇതുവരെയും ഇല്ലാത്ത സ്പീഡ് അവൻ അപ്പോൾ तक കിട്ടി. नहीं था ऐसी गति उसे मिली. അവൻ ഓടിച്ചെന്ന് ബസ്സിൽ കയറി. वो दौड़कर बस पे चढ़ा. ബസ്സിൽ കയറിയിട്ട് बस में चढ़कर അവന് ഭയങ്കര സന്തോഷം. उससे बड़ी खुशी. അവിടെ നോക്കിയിരുന്നവരെല്ലാം വിചാരിച്ചു ഇവന് ബസ് वहां കിട്ടത്തില്ല. देखने वाले सब बोले कि इसको बस नहीं मिलेगा. എന്നാൽ ഒരു പട്ടി വന്നത് കാരണം लेकिन एक कुत्ता है इस कारण അവന് ആ ബസ് കിട്ടി. वो बस उसे मिला. അവൻ ആ പട്ടിയെ നോക്കിക്കൊണ്ട് പറയും, वो उस कुत्ते को देखकर कहेगा താങ്ക് യു പട്ടി, धन्यवाद कुत्ते, നീ ഇല്ലായിരുന്നെങ്കിൽ अगर तू ना होता तो എനിക്ക് ഈ ബസ് मुझे ये കിട്ടില്ലായിരുന്നു. बस नहीं मिलता. നിങ്ങൾക്ക് ഈ പ്രശ്നം വരുന്നുണ്ടല്ലോ, आपको जो परेशानी രോഗം വരുന്നുണ്ടല്ലോ, रोग जो आता है അത് യേശുവെങ്കിലേക്ക് നിങ്ങളെ वो അടുപ്പിക്കാനാ, यीशु के करीब आपको ले आने വാഗ്ദത്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാ. की और तुम्हें ले आने के लिए. നിങ്ങളുടെ പ്രശ്നം आपकी परेशानी നിങ്ങളെ തകർക്കുകയല്ല, आपको तबाह नहीं करेगा. it is taking one step towards your destiny. वो आपके लक्ष्य की ओर एक कदम और करीब ले आता है. എത്ര പേർ പറയും എന്റെ പ്രശ്നങ്ങൾക്കായി നന്ദി? कितने लोग कहेंगे मेरी परेशानी के लिए धन्यवाद. നിങ്ങൾക്ക് ആമേൻ വരുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, आपकी आने वाली परेशानी प्रतिकूल अवस्था അതൊന്നും തിന്മയ്ക്കല്ല, वो सब बुराई के लिए नहीं, അതെല്ലാം നന്മയ്ക്കായി वो सब മാറും. भलाई के लिए है. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. विश्वास करे तो प्रभु की महिमा देखेगा. All things work together for good. याद रखे सभी चीजें आकर मिलकर भलाई के लिए അത് ठहरती हैं. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും it works for good. याद रखे भलाई हो बुराई की, तो अंत में वो भलाई के लिए എത്ര ठहरेगा. പേർ നന്ദി പറയും? എന്റെ कितने लोग എല്ലാ प्रभु को धन्यवाद പ്രശ്നങ്ങൾക്കും നന്ദി. करेंगे. हर एक परेशानी के लिए प्रभु तेरे धन्यवाद. നിനക്ക് രോഗം വന്നോ, तुझे रोग आया, നിനക്ക് പ്രശ്നം तुझे വന്നോ, परेशानी आई, എന്റെ യേശു ആരെന്ന് തെളിയിക്കാനാ, मेरा यीशु कौन है वो साबित करने के लिए, നിന്നെ കുറച്ചും കൂടെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകാനാ. और करीब वायदे के ले आने के लिए. നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നത് तेरे जीवन में जो परेशानी आई നിന്നെ ഉന്നതമായ तुझे നിലയിലെത്തിക്കാം. ऊंचे तल पर पहुंचाने നിന്നെ के लिए. മലമുകളിൽ കൊണ്ടുപോയി നിന്റെ അഴകയെ മറ്റുള്ളവർക്ക് കാണിക്കാൻ. याद रखे तुझे पहाड़ के ऊपर ले जाकर तेरी महिमा दर्शाने के लिए. നിന്നെ ഓടിച്ച് മല കയറ്റിയത് तुझे दौड़ा कर जो पहाड़ चढ़ाया നിന്നെ ലോകത്തിന് കാണിക്കാൻ, तुझे जगत को दिखा ले पाए, നിന്റെ ബ്യൂട്ടിയെ മറ്റുള്ളവർക്ക് तेरी കാണിക്കാൻ. सुंदरता दूसरों को दिखा ले पाए. ഇന്ന് പകൽ आज प्रातः നീ കഷ്ടപ്പെട്ട് ഓടിയത് तू क्लेश में तो दौड़ा, നിനക്ക് പ്രയോജനമാകാൻ तेरे लिए പോകുകയാണ്. फायदेमंद ठहरेगा. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? कितने लोग विश्वास कर सकते എത്ര പേർക്ക് വിശ്വസിക്കാൻ हैं? പറ്റും? कितने लोग भरोसा कर सकते हैं? അടുത്ത കാര്യം, अगली चीज, ദൈവം परमेश्वर ചിലരുടെ മിനിസ്ട്രിയെ कुछ की सेवकाई को അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് ഷിഫ്റ്റ് ചെയ്യാൻ പോകും. दूसरे एक तल की ओर प्रभु बढ़ाएगा. ഇതുവരെ നടന്നതുപോലെ अब तक नहीं जैसा ഇതുവരെ अब तक കുറച്ച് പ്രസംഗം എന്തോ പറഞ്ഞു, थोड़ा प्रचार कुछ किया, എന്തൊക്കെയോ സംഭവിച്ചു. कुछ तो हुआ, അങ്ങനല്ല. ऐसा नहीं. അപ്പോസ്തല പ്രവൃത്തിയിൽ എന്ത് നടന്നു, प्रेरितों की किताब में जो कुछ लिख रखा है അതേപോലുള്ള ചില അത്ഭുതങ്ങളുടെ ശുശ്രൂഷ, उस प्रकार के कुछ चिन्ह चमत्कार की सेवकाई, അത്ഭുതങ്ങളുടെ ശുശ്രൂഷ. चिन्ह और चमत्कार की सेवकाई. അവിടെ അപ്പോസ്തല പ്രവൃത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ प्रेरितों का किताब जब हम पढ़ते हैं അവിടെയാണെങ്കിൽ वहां पर അവൻ ചിലരാണെങ്കിൽ അവിടെ അവൻ വെള്ളിയും പൊന്നും എനിക്കില്ലെന്ന് പറയുന്നു. कुछ लोग वहां कहते हैं सोना और चांदी मेरे पास नहीं है, ഉള്ളത് കൊടുക്കുന്നു, लेकिन जो है वो देने को तैयार है. ഉള്ളത് കൊടുക്കുന്നു. लेकिन जो है वो देने को तैयार है. നിങ്ങൾ ഉള്ളത് കൊടുക്കാൻ പോകും. आपके पास जो है वो देने जा रहे हैं. കേട്ടോ സുവിച, ഉള്ളത് നമ്മൾ കൊടുക്കാൻ जो പോകും. होगा आपके पास वो देने जा रहे हैं. എന്തുണ്ട്? क्या है? അഭിഷേകമുണ്ട്. अभिषेक है. അഭിഷേകം നമ്മൾ സഭയിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പോകും. अभिषेक कलीसिया में हम उंडेलने जा रहे हैं. ഇന്ന് രാത്രിയിലും അങ്ങനെ ഒരു ഇമ്പാർട്ടേഷൻ ഇവിടെ നടക്കാൻ आज പോകും. रात को भी ऐसी एक उंडेल यहाँ होने जा रही है. നിങ്ങൾക്ക് വേണ്ടി ചില ഇമ്പാർട്ടേഷൻ നടക്കുന്നു. आपके लिए कुछ उंडेल होगी. നിങ്ങൾ പറയും, आप कहोगे എനിക്ക് വെള്ളിയില്ല, मेरे पास सोना नहीं, എനിക്ക് പൊന്നില്ല, चांदी नहीं, എനിക്ക് ഒന്നുണ്ട്. मेरे पास एक है. എന്താണ് അതിന്റെ പേര്? वो क्या है? उसका नाम അഭിഷേകം. अभिषेक है. അഭിഷേകം. अभिषेक. അഭിഷേകം ഉണ്ടെങ്കിൽ अभिषेक है तो ആമേൻ കരടി വന്നാലും अगर भेड़िया आ जाए, സിംഹം വന്നാലും सिंह आए तो भी
അഭിഷേകമില്ലാത്തവൻ लेकिन अभिषेक जिस पर नहीं, സിംഹം വരുമ്പോൾ सिंह आते वक्त സിംഹം തല കടിച്ചോണ്ട് പോകും. सिंह उसका सर कुचल के ले जाएगा, എന്നാൽ അഭിഷേകമുണ്ടെങ്കിൽ लेकिन अभिषेक है तो സിംഹം വരുമ്പോൾ सिंह आते वक्त അഭിഷേകം ചലിക്കാൻ തുടങ്ങും. अभिषेक कार्य करना शुरू करेगा। എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റത്തില്ല, मैं व्यर्थ नहीं खड़ा रह വെറുതെ सकता, നിൽക്കാൻ പറ്റത്തില്ല. व्यर्थ नहीं खड़ा रह सकता। എന്റെ മേലൊരു ശക്തിയുണ്ട്. उसमें एक सामर्थ है, അത് സൈന്യത്തിന്റെ वो ശക്തിയല്ല, सेना का सामर्थ അത് है, ആത്മാവിന്റെ वो ശക്തിയല്ല, आत्मा का सामर्थ है, അത് ദൈവത്തിന്റെ ശക്തിയാ. वो प्रभु का सामर्थ है। നിങ്ങൾ പറയാൻ പോവുക आप कहने जा रहे हो ദൈവത്തിന്റെ ശക്തി, परमेश्वर का सामर्थ, പൈസയുടെ ശക്തിയല്ല, पैसे का सामर्थ नहीं, മാൻ പവറിന്റെ ശക്തിയല്ല. मनुष्य की सामर्थ नहीं, കേട്ടോ, ദൈവത്തിന്റെ ശക്തി. परमेश्वर का सामर्थ। ചിലയിടങ്ങളിൽ कुछ जगहों पर മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല, मनुष्य जहाँ कार्य नहीं कर എന്നാൽ ദൈവ ശക്തിക്ക് सकता, ചെയ്യാം. लेकिन प्रभु कार्य कर सकता है। എത്ര പേർക്ക് മനസ്സിലാകുന്നു? कितने लोग समझ पा रहे हैं? എത്ര പേർക്ക് മനസ്സിലാകുന്നു? कितने लोग समझ पा रहे ആമേൻ. हैं? ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് बीते दिनों में ഞാൻ ഒരു സ്ഥലത്ത് ഒരു ട്രൈബൽ ഏരിയയിൽ മീറ്റിംഗിന് വേണ്ടി പോയി. ट्राइबल एरिया में मीटिंग के लिए गया, We had a 3 days cruise. वहाँ पर 3 दिन का क्रूसाइड था। ആമേൻ. അവിടെ ആണെങ്കിലുള്ള ആൾക്കാരും വന്നില്ല. वहाँ के लोग नहीं आए, ആ ചുറ്റുവട്ടത്ത് അനേകം ആൾക്കാരുണ്ട്, उस आस पड़ोस से कई लोग हैं, അവരാരും ആ മീറ്റിംഗിന് വന്നില്ല. वे कोई भी उस मीटिंग में नहीं आए, എന്നാൽ വേറെ ദൂരത്തുനിന്നുള്ള സഭകളിൽ നിന്ന് ആളുകൾ വന്നു. लेकिन दूर के कुछ कलीसियाओं से लोग आए। ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ लेकिन वो मीटिंग खत्म होते ही ആ ഗദക് എന്ന സ്ഥലത്തിൽ वो गदक को जगह पर 3 വർഷം മഴ പെയ്യാത്ത സ്ഥലത്തിൽ 3 साल बारिश ना गिरी उस जगह पर। മീറ്റിംഗ് കഴിഞ്ഞതും मीटिंग खत्म होते ही മഴ പെയ്യാൻ തുടങ്ങി. बारिश गिरना शुरू हो ഞങ്ങൾ गया। അടുത്ത മീറ്റിംഗിന് ചെന്നപ്പോൾ हम अगली मीटिंग के लिए जब गए, നാട്ടുകാർ മുഴുവൻ മീറ്റിംഗിന് गांव वाले വന്നിരിക്കുന്നു. पूरे मीटिंग में बैठे थे। ഇന്ന് പകൽക്കാലം आज प्रातः പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. पवित्र आत्मा के लिए अपने आप को समर्पण करो। എത്ര പേർ വിട്ടുകൊടുക്കും? कितने लोग उसके लिए तैयार हैं? എന്റെ പ്രസംഗമല്ല, मेरा प्रचार, എന്റെ നോട്ടഡ് പ്രസംഗമല്ല, मेरा लिखा हुआ प्रचार है। എന്നാൽ കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്റെ ശുശ്രൂഷയിൽ ചലിക്കണം. प्रभु तेरी पवित्र आत्मा सेवकाई में मुझे ले चल, എനിക്ക് വേറെ ഒന്നും വേണ്ട, मुझे और कुछ नहीं चाहिए, എനിക്ക് ഒറ്റ കാര്യം മതി, मुझे एक ही लक्ष्य है, അങ്ങയുടെ പരിശുദ്ധാത്മാവ്. आपकी पवित्र आत्मा। യുവജനങ്ങളെ ഞാൻ പറയട്ടെ, युवाओं से मैं कहता हूँ, ഞാൻ നിങ്ങളോട് मैं പറയുകയാണ്, आपसे कहता हूँ, നിങ്ങളെ വെല്ലുവിളിക്കുക, आपको चुनौती देता हूँ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ आप ശുശ്രൂഷിച്ച पवित्र आत्मा भर कर सेवकाई करे तो ലോകത്തിലെ സകല ഭൂതങ്ങളും ഷൂസിന് കീഴിലാകും. जगत का सारे दुष्ट आत्मा जूतों के तले रहेगी, എല്ലാ ഭൂതങ്ങളും ഷൂസിന് കീഴിലാകും. सारे दुष्ट आत्मा जूतों के तले रहेंगे। നിങ്ങൾ ആമേൻ കർത്താവിന് വേണ്ടി നിൽക്കണം, आप प्रभु के लिए ठहरना है, പരിശുദ്ധാത്മാവിന് വേണ്ടി पवित्र വിധേയപ്പെടണം. आत्मा के लिए ठहरना है, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, पवित्र आत्मा को दुखी ना करना, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ पवित्र വരില്ല. आत्मा को दुखी करने वाला कार्य ना करो। നിങ്ങളുടെ ബോഡി, आपका शरीर, നിങ്ങളുടെ കണ്ണ്, आपकी आंख, നിങ്ങളുടെ ശരീരം, आपका शरीर, സകലതും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് सब കൊടുക്കണം. कुछ पवित्र आत्मा की अगुवाई में समर्पित। പാപത്തിന് വിട്ടുകൊടുക്കരുത്, आपके लिए नहीं छोड़ना, പാപത്തിന് വിട്ടുകൊടുക്കരുത്, आपके लिए नहीं छोड़ना, പരിശുദ്ധാത്മാവിന് കൊടുക്കണം. पवित्र आत्मा को अर्पण करना है। പരിശുദ്ധാത്മാവിന് കൊടുത്താൽ पवित्र आत्मा को दो तो പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും. पवित्र आत्मा की अगुवाई करेगा। പിശാചിന് കൊടുത്താൽ शैतान को दे तो പിശാച് നയിക്കും. शैतान इस्तेमाल ഇന്ന് करेगा। പകൽ നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിന് കൊടുക്കുമോ? आज अपना जीवन पवित्र आत्मा को अर्पण करोगे, നിങ്ങൾ ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിരിക്കും. आप जो करोगे हर एक कार्य परमेश्वर के नाम की महिमा के लिए होगा। പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്, पवित्र आत्मा को कदापि दुखी ना करना, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. पवित्र आत्मा को दुखी ना करना। ഹോ, ദാവീദ് വലിയ രാജാവായിരുന്നു. दाऊद बड़ा राजा था, ഹോ, ദാവീദ് രാജാവായിരുന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചത്, दाऊद जब राजा था उससे प्रार्थना की, ദൈവമേ എന്റെ രാജസ്ഥാനം എടുക്കല്ലേ എന്നല്ല प्रभु പ്രാർത്ഥിച്ചത്. मेरा राज्य स्थान ना जाए ऐसा नहीं ദൈവമേ उससे प्रार्थना की। അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്. प्रभु तेरी पवित्र आत्मा को मुझसे जुदा नहीं करना। ഇന്ന് പകൽക്കാലം आज प्रातः ഞാൻ പറയട്ടെ, मैं कहता हूँ, നിനക്ക് ലോകത്തിൽ കിട്ടിയ तुझे जगत में जो मिला, ഏറ്റവും വലിയ സമ്പത്താണ് നിന്റെ അഭിഷേകം. जगत का सबसे बड़ा धन संपत्ति है तेरा अभिषेक। Guard your anointing. अपने अभिषेक की रखवाली कर, Guard your anointing. अपने अभिषेक की रखवाली कर। നിങ്ങൾ പ്രസംഗിച്ചത് കൊണ്ട്, आप प्रचार किए इसलिए, നിങ്ങൾ പേര് വിളിച്ച് പ്രവചിച്ചത് കൊണ്ട്, आप नाम बुलाकर भविष्यवाणी किए, നിങ്ങൾ രോഗികളെ आप സൗഖ്യമാക്കിയത് रोगी കൊണ്ട് को चंगा किए, നിങ്ങളൊന്നും ആയിട്ടില്ല. लेकिन फिर भी आप कुछ नहीं हो। ഞാൻ ഇപ്പോഴും പറയാറുള്ള ഒരു കാര്യം, मैं हमेशा कहता हूँ, കർത്താവ് എന്നെ പഠിപ്പിക്കണം. प्रभु मुझे सिखा। ആരും പൂർണ്ണരല്ല. कोई भी पूरी तरह ठीक नहीं। നമ്മുടെ മൂക്കിൽ ജീവശ്വാസമുണ്ടോ हमारे जीवन में जब तक श्वास है, അന്ന് വരെ उस दिन तक പരിശുദ്ധാത്മാവിന്റെ പഠനം നമ്മുടെ ജീവിതത്തിൽ നടക്കും. पवित्र आत्मा का सिखा हमारे जीवन में होना है। പരിശുദ്ധാത്മാവ് ചിലരെ പഠിപ്പിക്കാൻ പോകും. पवित्र आत्मा कुछ को सिखाने जा रहा है, ലോകത്തിന്റെ പഠനമല്ല, जगत की सीख नहीं, ഹോളി സ്പിരിറ്റ് ടീച്ചിങ്. पवित्र आत्मा की सीख, ഹോളി സ്പിരിറ്റ് पवित्र आत्मा की सीख, ഹോളി സ്പിരിറ്റിന്റെ पवित्र आत्मा की सीख है।
അവൻ നിങ്ങളെ എങ്ങനെ നടത്താൻ പോകുന്നു? वो आपको किस प्रकार चलाएगा, He will guide you. वो आपकी अगुवाई करे। നിങ്ങളുടെ കരിയർ അല്ല നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത്. आपका भविष्य नहीं आपकी अगुवाई, നിങ്ങളുടെ കേംബ്രിഡ്ജിന്റെ സിലബസ് അല്ല നിങ്ങളെ ഗൈഡ് ചെയ്യാൻ केम्ब्रिज പോകുന്നത്. का सिलेबस सही आपको गाइड The करेगा। Holy Spirit should guide you. पवित्र आत्मा आपकी अगुवाई करना। എത്ര പേർക്ക് മനസ്സിലാകുന്നു ഞാൻ कितने लोग പറയുന്നത്? समझ पा रहे जो कहा है? പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്താൽ पवित्र आत्मा अगुवाई करे തെറ്റ് तो പറ്റില്ല. गलती ना होगी। നിന്റെ കരിയറിൽ ചിലപ്പോ തെറ്റ് പറ്റും. तेरे करियर में गड़बड़ी हो सकती है, പരിശുദ്ധാത്മാവിന് തെറ്റ് लेकिन പറ്റില്ല. पवित्र आत्मा को गलती नहीं होगी। ഞാൻ ഇന്ന് പകൽ പറയട്ടെ, मैं आज प्रातः कहता हूँ, ഒരു പ്രയോജനമുള്ള തലമുറ. एक इस्तेमाल योग्य पीढ़ी। ഇവിടെ എന്നെ കേൾക്കുന്ന എത്ര അമ്മയും അപ്പന്മാരും ഉണ്ട്? यहाँ मेरे सुनने वाले कितने माता पिता लोग हैं, പേരൻസ് എത്ര പേരുണ്ട്? कितने माता पिता लोग I मौजूद see हैं? some of the hands. ഒത്തിരി उनके പേര്. हाथ में देखना चाहता हूँ। നിങ്ങളുടെ തലമുറ आपकी पीढ़ी പ്രയോജനപ്പെടും. इस्तेमाल योग्य बनेगी। വെയിറ്റ് വെയിറ്റ്. एक क्षण रुको, നിങ്ങൾ അവരെ പഠിപ്പിക്കുന്ന സിലബസ് കാരണമല്ല, आप जो सिखा रहे वो सीख के कारण नहीं, ദൈവാത്മാവിന്റെ നിയോഗം കാരണം. परमेश्वर की आत्मा की नियुक्ति जो है, ദൈവാത്മാവിന്റെ നിയോഗം കാരണം. परमेश्वर की आत्मा की जो नियुक्ति है, ബെഞ്ചിച്ച് അവന്റെ തലയിലോട്ട് കൈവച്ചോ. उसके हाथ पे रख सर, അവന്റെ മേൽ ഒരു നിയോഗം കിടക്കുക. उसके ऊपर एक नियुक्ति है, ഒരു നിയോഗം ദൈവം ഇടുകയാണ്. एक नियुक्ति है उसके ऊपर। അവനെ കർത്താവ് പ്രയോജനപ്പെടുത്തും. उसे प्रभु इस्तेमाल योग्य बनाएगा। അവനൊരു വ്യത്യസ്തനായിരിക്കും. वो एक अलगपन का होगा। ഇന്ന് മുതൽ आज से, കർത്താവ് ഈ കുഞ്ഞിനെ आज से इस बच्चे ഞങ്ങൾ को anoint ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. अभिषेक करके प्रार्थना ചില करते हैं। കൊച്ചു കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്. कुछ छोटे बच्चे यहाँ पर हैं, ആമേൻ ആമേൻ. എനിക്ക് അവരോട് പറയാനോ उनसे मुझे कहना है, മാതാപിതാക്കളോട് उनके പറയാനോ, माता पिता से कहना है, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി ദൈവം അവരെ കൊണ്ടുപോകും. आप जो सोचे उसके परे प्रभु ने ले जाकर इस्तेमाल करेगा। അടുത്തൊരു കാര്യം, ऐसा अगला एक चीज, ഇതിനകത്ത് इसके अंदर ചില 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 സ്റ്റുഡൻസ് ആയിട്ടുള്ള ചിലർ, कुछ पढ़ने वाले, कुछ विद्यार्थी പഠിച്ചുകൊണ്ടിരിക്കുന്ന ചിലർ, पढ़ रहे कुछ लोग, അവരെ ദൈവം ടോപ്പ് നിലയിൽ ഉന്നതമായ ആൾക്കാരുമായി ദൈവം ഒരേ ചെയറിലിരുത്തും. ऊंचे तल पर लोगों के साथ बैठाएगा प्रभु ने। ഇതിനകത്ത് ചില അപ്പന്മാരും അമ്മമാരും പറയുന്നുണ്ട്, यहाँ कुछ माता पिता कह रहे हैं, അവരെങ്ങനെങ്കിലും ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. कैसे तो भी पास हो जाए बड़ी बात, ദൈവാത്മാവ് പറയുക, लेकिन परमेश्वर की आत्मा कहती है, ഇന്ന് പകൽ ചിലതിനെ ദൈവം പൊക്കാൻ लेकिन പോകുകയാണ്. कुछ को पवित्र आत्मा ऊंचा करने जा रहा എടാ, എന്റെ ദൈവം വിചാരിച്ചാൽ പൊക്കാൻ പറ്റാത്ത കാര്യമില്ല. है। मेरा प्रभु अगर चाहे तो ऊंचा ना कर पाए, ऐसा कोई विषय नहीं। ഏത് പൊട്ടനെയും കർത്താവ് പാസ്റ്റർ ആക്കും. किसी भी बेवकूफ को प्रभु पास से बनाएगा। ചിലരിപ്പം വിചാരിക്കുക പാസ്റ്റർമാരെല്ലാം പൊട്ടന്മാർ. कुछ लोग सोचते पास्टर लोग सब बेवकूफ है। എടാ, ദൈവം അവനെ മാറ്റിയെടുക്കുന്നവർ. परमेश्वर से बदल कर हटाएगा। ദൈവത്തിനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. परमेश्वर परिवर्तन ना कर पाए, ऐसा कोई नहीं। ഞാൻ ഇത്ര നാളെ മനസ്സിലാക്കിയ ഒരു मैं കാര്യം, अब तक जो समझा हूँ, ആരെ വേണമെങ്കിലും കർത്താവിനെ ട്രാൻസ്ഫോം ചെയ്യും. प्रभु किसी को भी परिवर्तन कर सकता है। ഏത് കള്ളുകൂടിയനെ കർത്താവിനെ ട്രാൻസ്ഫോം कितना ചെയ്യും. भी दारू पीने वाला व्यक्ति की उसे प्रभु बदल सकता എത്ര है। വലിയ ഡ്രഗ് അഡിക്റ്റിനെ എന്റെ കർത്താവിനെ कितना ട്രാൻസ്ഫോം भी बड़ा ചെയ്യും. ड्रग एडिक्ट है, उसे प्रभु बदल सकता है। ഹല്ലേലൂയ. ഇന്ന് പകൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, आज बोझ से आवे कोई है तो, ഈ മുംബൈക്ക് വേണ്ടി കരയുന്ന ആരെങ്കിലും ये ഉണ്ടെങ്കിൽ, मुंबई के लिए रोने वाले कोई है तो, നിങ്ങൾ കാണാൻ പോകുകയാണ്. आप देखने जा रहे हो। എനിക്കറിയില്ല, ഞാൻ ഒരു കാര്യം പറയാം. मैं एक चीज कहता हूँ, നിങ്ങൾ റിസീവ് ചെയ്യണമെങ്കിൽ റിസീവ് ചെയ്തു. आप उसे स्वीकार कर सकते तो कर लो। ഇന്നത്തെ ഈ മീറ്റിംഗ് आज का ये मीटिंग അടുത്ത ചില വർഷങ്ങൾക്കുള്ളിൽ अगले कुछ सालों में നിങ്ങൾ ഈ ദിവസത്തെ പറ്റി ഓർക്കും. आप इस दिन को बारे में याद करोगे। കർത്താവ് എന്നോട് പറയുന്നു, प्रभु मुझसे कहता है, കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ, कुछ കുറച്ച് साल- ദിവസങ്ങൾ कुछ കഴിയുമ്പോൾ दिन बीतते बाद നിങ്ങൾ ഈ മീറ്റിങ്ങിനെ പറ്റി ഓർക്കുന്ന ചില ഇടപാട് ദൈവം ചെയ്യാൻ പോകും. आप इस मीटिंग के बारे में सोचने वाले कुछ कार्य प्रभु करने जा रहा है। ഞാൻ ഇന്നത്തെ ദിവസം മാത്രമല്ല, मैं आज के दिन की बात नहीं कर रहा हूँ। നിങ്ങൾ ഇവിടെ ഏതൊക്കെ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. आप कौन से सेक्शन में आओ मैं नहीं जानता। നിങ്ങൾക്ക് ഇതിലെ ചില ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സാക്ഷ്യമാക്കുന്നു. ये बीते हुए दिन आप जिंदगी में ना भूल पाए, ऐसे गवाह ठहरेंगे आपके जीवन में। ഈ മീറ്റിങ്ങിന് എത്ര രൂപ ചെലവുണ്ടെന്ന് എനിക്കറിയില്ല. ये मीटिंग के लिए कितना खर्चा मैं नहीं जानता, പക്ഷെ ചെലവില്ലാത്ത പോലെ ദൈവം ഒരു അഭിഷേകം കർത്താവ് അയക്കും. लेकिन बगैर किसी कीमत के एक बड़ा अभिषेक प्रभु ले लेगा। കർത്താവ് എന്നോട് പറയുന്നു, प्रभु मुझसे कहता है, ചില പ്രായമുള്ളവർ कुछ बुजुर्ग लोग, അവരെ കർത്താവ് ഉപയോഗിക്കും. उनको प्रभु इस्तेमाल करेगा। ചിലരെ വിശ്വാസത്തിൽ കൊണ്ടുവരാം. कुछ को विश्वास में ले आने के നമ്മൾ लिए। വിചാരിക്കും റിട്ടയർമെന്റ് ആയെന്ന്. हम सोचेंगे रिटायरमेंट का समय है। ഇത് ചില യൂത്ത്സ് ഒക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ചു കാലം കൂടെ കഴിഞ്ഞിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. कुछ युवा लोग सोचते हैं थोड़ा और समय बीतने उसके बाद सेवकाई में आएंगे। ഇവിടെ ഇറങ്ങിക്കോണം. अभी से निकलना। ദൈവത്തിന് ഭയങ്കര പദ്ധതിയാണ്. प्रभु को बड़ी योजना है। ദൈവത്തിന് ഇവനെ പറ്റി ഭയങ്കര प्रभु को പദ്ധതി. इसके प्रति बड़ी योजना ഇവൻ है। ഈ ക്യാമറ പിടിച്ചോണ്ടാ ये നിൽക്കുന്നത്. कैमरा പക്ഷേ पकड़ ഇവൻ ഈ ക്യാമറ പിടിക്കേണ്ടവനല്ല. देखिए, ये कैमरा पकड़ने के लिए नहीं। ഇവനാണെങ്കിൽ അവൻ, ഞാൻ കാണുന്നത്, मैं जो देख रहा हूँ, ഇവനാണെങ്കിൽ മൈക്കും ഹോൾഡ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. मैं जो देख रहा हूँ दर्शन, ये माइक पकड़कर कुछ चीज कह रहा है। ഇവനെ ഏത് ചർച്ചിലെയാന്ന് എനിക്കറിയില്ല. ये किस चर्च का मैं नहीं जानता। പക്ഷെ ഇവന്റെ മേൽ इसके ऊपर എന്തോ ഒരു മാൻഡിൽ ദൈവം ഇടുകയാണ്. एक बड़ी आग प्रभु डाल रहा है।
ദൈവം നിന്നെ ചില ദൈവദാസന്മാരുമായിട്ട് കൂടെ നിർത്തും. परमेश्वर कुछ दासों के साथ तुझे खड़ा करेगा. ദൈവത്തിന്റെ പദ്ധതി നിന്നിലൂടെ വെളിപ്പെടുത്തും. परमेश्वर की योजना तेरे द्वारा प्रभु प्रकट करेगा. നിന്റെ സ്റ്റൈൽ എല്ലാം മാറും. तेरी रीति सब बदल जाएगी. ഇതൊന്നും അല്ല, ये सब नहीं है. നിന്റെ ഡ്രസ് കോഡ് ദൈവം മാറ്റും. इसका तेरा पहनावा बदल देगा प्रभु. ഇതൊന്നും അല്ല, ये सब नहीं. ഡ്രസ് കോഡ് ദൈവം മാറ്റും. इसका पहनावा നിങ്ങൾ बदल. വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു വെച്ചു. आज इसका एक फोटो चाहिए तो ले लो. ദൈവം ചിലതിനെ മാറ്റുന്ന ദിവസങ്ങൾ. प्रभु कुछ को बदलने वाले दिन ठहरेंगे. ഇവൻ ഏത് ചർച്ചിലുള്ള, ആരുടെ ചർച്ചിലുള്ള? ये किनकी कलीसिया का है? വണ്ടർഫുൾ, ഹല്ലേലൂയ. പാസ്റ്റർ, ദൈവം ഒരു വലിയ എന്തോ ഒരു കാര്യം ആ സഭയിൽ ചെയ്യാൻ പോകും. परमेश्वर बड़ा एक कार्य उस कलीसिया में करेगा. എനിക്ക് അറിഞ്ഞുകൂടാ, ഇതുവരെ ഉള്ളതുപോലല്ല. लेकिन अब तक नहीं है, ऐसा नहीं. ദൈവം എന്തൊക്കെയോ, प्रभु कुछ तो എനിക്ക് അറിഞ്ഞൂടാ, ദൂതന്മാർ വന്ന് ചില ബാരിയേഴ്സിനെ കർത്താവ് മാറ്റിക്കളയും. स्वर्ग दूतों को भेजकर परमेश्वर कुछ रुकावटों को दूर करेगा. കർത്താവ് ഓർഡർ ചെയ്യുക, परमेश्वर आज्ञा दे रहा है स्वर्ग दूतों को ചിലതിനെ മാറ്റി വെക്കാം. कुछ को हटाने के लिए. കർത്താവ് ചിലതിനെയൊക്കെ മാറ്റിയിട്ട് परमेश्वर कुछ रुकावटों को दूर करता है. ദൈവം എന്തോ ഫ്രഷ് ആയിട്ട് ദൈവം परमेश्वर कुछ एक नयापन देगा. ഈ വർഷം ये साल നിങ്ങളുടെ आपका സഭയിൽ कलीसिया में ഒരു ദൈവീക what to say, ദൈവത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു സ്നേഹം പകരും. परमेश्वर के एक अलगपन का प्रेम प्रभु ढेलेगा. ഒരു പ്രത്യേകമായ എന്തോ ഒരു ഫേവർ നിങ്ങളുടെ ചർച്ച. परमेश्वर का हित तेरे लिए होगा. കർത്താവ് അത് ചെയ്യാൻ പോകും. प्रभु वो करेगा. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എവിടെ നിന്നുള്ളവരാ? ये बैठे कहाँ के हैं सब? Can you please stand up? कृपया आप लोग खड़े हो जाए. നിങ്ങളെല്ലാം ഏത് ചർച്ച? आप लोग किस कलीसिया से हो? പാസ്റ്റർ ചർച്ച. സോറി, ഞാൻ അറിഞ്ഞില്ല. मैं नहीं जानता था. നിങ്ങളെ എല്ലാവരും आप सबको നിങ്ങൾ വിശ്വസിച്ചാൽ आप विश्वास करें तो ഇന്നത്തെ മെസ്സേജ് आज का प्रचार നിങ്ങളുടെ ലൈഫിൽ आपके जीवन में ദിവസങ്ങൾക്കുള്ളിൽ, दिनों के अंदर ഇപ്പം വിശ്വസിച്ചാൽ अभी विश्वास करो तो മണിക്കൂറിനുള്ളിൽ, घंटों में നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ अब यहाँ से निकलते वक्त ही ചില അത്ഭുതങ്ങൾ നിങ്ങൾ कुछ अचंभे देखने पाओगे. പ്രയോജനമുള്ള इस्तेमाल योग्य പ്രയോജനമുള്ള इस्तेमाल योग्य പ്രയോജനമുള്ള इस्तेमाल Take योग्य it, take it, take it. പ്രയോജനമുള്ള ചിലതിനെ കർത്താവ് മാറ്റാൻ പോകുകയാണ്. इस्तेमाल योग्य बनाएगा कुछ को प्रभु. ബാക്കിയിരിക്കുന്നവർ पीछे जो बैठे हैं എല്ലാവരും കൈ കൊടുത്തിരുന്നു. सब लोग हाथ दे, अपने हाथों को बांध कर पकड़िए. ये जो यहाँ पीछे जितने लोग हैं, हाथ बांध कर पकड़िए. ഇവിടുന്ന് ബാക്കിലോട്ട്. അതിനകത്ത് उसके अंदर ദൈവം ചിലരെ തൊടുകയാണ്. परमेश्वर कुछ को छूने जा रहा. മനുഷ്യൻ തൊട്ടിട്ട് റെഡിയായില്ല, मनुष्य के छूने पर खड़ा नहीं हुआ, പക്ഷെ ദൈവം തൊടുമ്പോൾ റെഡി. लेकिन प्रभु जब छुएगा तैयार हो जाएगा. നിങ്ങൾ ഇരിക്കരുത്, आप बैठना नहीं, ഇരിക്കരുത്. बैठना नहीं. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കാൻ हम പോകും. मिलकर सेवकाई करेंगे. ഇതിനകത്ത് इसके अंदर ഈ സൈഡിൽ इस हिस्से में തകർന്ന ചിലരുണ്ട്. दबा हुए कई लोग हैं. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. क्या करना नहीं मालूम. എല്ലാ വിദ്യകളും നോക്കി, सारा परिश्रम किया लेकिन हल नहीं. പക്ഷെ ദൈവം പറയും, लेकिन प्रभु कहता है വിശ്വസിക്കുന്ന ഇന്ന് രാത്രി विश्वास करे तो आज रात को നിങ്ങളുടെ ജീവിതം आपका जीवन പ്രയോജനമില്ലാത്ത ജീവിതം, फायदा रहित जो जीवन है, ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു, जो कुछ बना है सब तबाह हो गया, ആ ജീവിതം वो जीवन को പ്രയോജനമുള്ള ജീവിതമാക്കും. फायदेमंद जीवन बदल देगा प्रभु. നിങ്ങൾ പ്രാർത്ഥിച്ചു. अब प्रार्थना करो. ബാക്കിലിരിക്കുന്നവർ पीछे जो बैठे हैं പ്രാർത്ഥിച്ചു തുടങ്ങി. प्रार्थना करो. എനിക്കറിയില്ല അവിടെ ആരെന്ന്, मैं कौन है वहां नहीं പക്ഷെ जानता, ആ റൈറ്റ് സൈഡാ लेकिन दाई हो जो बैठे हैं, ദൈവം ചിലരെ തൊടുക. परमेश्वर कुछ को छू रहा है. ഇതിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾ പറയൂ. इसके गवाही आप दोगे. Jesus. Thank you, Lord Jesus. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. सभी लोग प्रार्थना करें. ദൈവമേ, हे प्रभु എന്നെ പ്രയോജനപ്പെടുത്തണമേ, मुझे इस्तेमाल योग्य बना, എന്നെ പ്രയോജനപ്പെടുത്തണമേ. मुझे इस्तेमाल योग्य बना. Yes, Lord Jesus.
ശഗരിയാം തോരോബോ സെതെരെരെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന്. सभी लोग अपनी जगह पर खड़े हो Can you जाएं। please come forward? कृपया सामने आ सकते हैं।